എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയിൽ എത്ര ബ്രാഹ്മണ ഗോത്രങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയില്ല. വെജും നോൺ വെജും ഒക്കെ ഈ ഒരുപാട് ആര്യ ബ്രാഹ്മണ ഗോത്രങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഗോത്രമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ചിൽപ്പാവൻ ബ്രാഹ്മൺസ്. സവർക്കറും ബാലഗംഗാധര തിലകരും ഗോഡ്സെയും മറ്റ് ഗാന്ധി ഘാതകരുമൊക്കെ ജനിച്ച ഒരു ജാതിയാണത്. എന്തുകൊണ്ടാണ് ഈ ബ്രാഹ്മണ ജാതി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്തത്? എന്തുകൊണ്ടാണ് ഒരു ഹമാസ് മോഡലുള്ള കുറേ സംഘടനകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയത്? എന്തിനാണ് അവർ സ്ഫോടനങ്ങളും വെടിവെപ്പുകളും നടത്തി ബ്രിട്ടീഷുകാരെ കൊല്ലാൻ തുടങ്ങിയത്? അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യയിൽ പണ്ട് ഏറ്റവും ഹീനമായ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്ന ബ്രാഹ്മണ ഗോത്രങ്ങൾ, ഏറ്റവും കൂടുതൽ ജാതി വ്യവസ്ഥ പാലിച്ചിരുന്ന, ആചാരപരമായി നിഷ്കർഷിച്ചിരുന്ന ബ്രാഹ്മണ ഗോത്രങ്ങൾ രണ്ടാണ്. അതിലൊന്ന് നമ്മൾ കേരളത്തിലെ നമ്പൂതിരി ബ്രാഹ്മണരാണ്. പിന്നെ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചിൽപ്പാവൻ ബ്രാഹ്മൺസ്. ഇത് ഞാൻ പറയുമ്പോൾ ഇത് ഇന്നത്തെ ഏതെങ്കിലും ചിൽപ്പാവൻ ബ്രാഹ്മണന്മാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ പണ്ട് നടന്നതാണ്. പൂതപ്പാട്ടിൽ പറയുന്ന പോലെ പൂതം ഇത് പണ്ട് ചെയ്തതാണ്, ഇപ്പം പൂതത്തിന് വ്യസനമാണ്, പൂതം ഇന്നൊന്നും ചെയ്യില്ല. നമ്മൾ ജനാധിപത്യവും പൗരാവകാശങ്ങളും ഒന്നുമില്ലാത്ത ഒരു കാലത്ത് നടന്ന കാര്യങ്ങളാണ്. കേരളത്തിലെ നമ്പൂതിരിമാർ 75 വർഷം മുമ്പ് വരയ്ക്കും ഈ ജാതി വ്യവസ്ഥ സംരക്ഷിച്ച് ജീവിച്ചു. എന്നാൽ ഈ ചിൽപ്പാവൻ ബ്രാഹ്മണസിന് അതിനുള്ള ഭാഗ്യം കിട്ടിയില്ല. അവരുടെ ആ നല്ല കാലം 1818 അവസാനിപ്പിച്ചു. അവിടെ ഇംഗ്ലീഷുകാരും ദളിതരൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് ഒരു യുദ്ധം ചെയ്ത് ബ്രാഹ്മണരുടെ പേഷ്വാ സാമ്രാജ്യത്തെ അവസാനിപ്പിച്ചു. അത് നമ്മൾ ഭീമാ കൊറിഗാവ് യുദ്ധം എന്നാണ് അതിന് പറയുന്നത്. അതിനു മുമ്പ് എന്താണ് മഹാരാഷ്ട്രയിലെ സ്ഥിതി എന്നറിയണമെങ്കിൽ ഏറ്റവും നല്ലത് അംബേദ്കറുടെ ജാതി നിർമൂലനം എന്ന പ്രസംഗം കേൾക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം. മഹാരാഷ്ട്രയിലെ ഛത്രപതിയായിരുന്നു ശിവജി. അദ്ദേഹത്തിൻ്റെ മരണശേഷം മക്കളാണ് ഭരിച്ചത്. തുടർന്ന് ഈ ചിൽപ്പാവൻ ബ്രാഹ്മൺസാണ് അവിടെ ഭരണത്തിലെത്തിയത്. അവരുടെ പേരാണ് പേഷകൾ എന്ന് പറയുന്നത്. അവരവിടെ ആർഷഭാരത സങ്കല്പങ്ങൾക്കനുസരിച്ച്, അതായത് ശ്രുതികൾക്കും സ്മൃതികൾക്കും ആഗമങ്ങൾക്കും അനുസരിച്ച് ഭരിക്കാൻ തുടങ്ങി. ഇനിയാണ് അംബേദ്കർ പറയുന്ന ജാതി വിലക്കുകൾ. ഒരു വഴിയിലൂടെ ഒരു ഉയർന്ന ജാതി ഹിന്ദു വരുന്നുണ്ടെങ്കിൽ ഒരു തൊട്ടുകൂടാത്തവൻ എതിരെ പോകാൻ പാടില്ല. കാരണം നിഴൽ, താഴ്ന്ന ജാതിക്കാരനും മറ്റു മനുഷ്യരെ പോലെ നിഴലുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ഈ നിഴലും അശുദ്ധി ഉണ്ടാക്കും. ആ നിഴൽ ഒരു ജാതി ഹിന്ദുവിൻ്റെ മേൽ പതിച്ചാൽ ആ ഹിന്ദു അശുദ്ധനാകും. അതുപോലെ ഒരു പ്രദേശത്ത് വസിക്കുന്ന ഇന്ത്യക്കാരൊക്കെ ഏകദേശം ഒരേപോലെ ഇരിക്കും. അതും ഈ ജാതി വ്യവസ്ഥ പാലിക്കുന്നവർക്ക് പ്രശ്നമാണ്. ആരാണ് തൊട്ടുകൂടാത്തവൻ, ആരാണ് തീണ്ടികൂടാത്തവൻ എന്നതൊരു വലിയ പ്രശ്നമായിട്ട് വരും. അപ്പോൾ അതിനുവേണ്ടി ചിൽപ്പാവൻ ബ്രാഹ്മൺസ് കൊണ്ടുവന്ന നിയമമാണ് അയിത്തജാതിക്കാരൻ പൊതുസ്ഥലത്ത് വരുമ്പോൾ കഴുത്തിലോ കയ്യിലോ ഒരു ചരട് ഞാത്തി ഇട്ടിട്ട് വേണം വരാൻ. ഈ പേഷകൾ പൂന എന്ന് പറഞ്ഞ സ്ഥലം ആസ്ഥാനമാക്കിയാണ് ഭരിച്ചിരുന്നത്. അവിടെ കുറേ കൂടി കളർഫുള്ളായ ജാത്യാചാരങ്ങൾ അവർ നടപ്പാക്കി. അവിടുത്തെ ഒരു നിയമം അനുസരിച്ച് ഒരു അയിത്തജാതിക്കാരൻ പൊതുവഴിയിലൂടെ നടക്കുമ്പോൾ ഒരു ചൂല് കെട്ടി വേണം നടക്കാൻ. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അപ്പോൾ കണ്ടാലറിയാലോ ഇയാളായിരിക്കും, ഇയാളൊരു അയിത്തജാതിക്കാരൻ. നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഈ ചൂല് കെട്ടി നടക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ചൂല് എന്തിനാണ് എന്നുള്ളതാണ്. ഈ ചൂല് ഇയാൾ നടന്നു പോകുമ്പോൾ ഒരടി നടന്നിട്ട് അയാൾ നടന്ന ഭാഗം ആ ചൂലെടുത്ത് അടിക്കണം. പിന്നെ അടുത്ത അടി നടക്കുമ്പോൾ വീണ്ടും ആ നടന്ന ഭാഗം മാറ്റണം. എന്താ കാരണം എന്ന് വെച്ചാൽ ഇയാൾ നടന്നു പോയതറിയാതെ ഒരു ബ്രാഹ്മണൻ വന്ന് ആ വഴി കൂടെ വന്ന് ആ കാലടിപ്പാടുകളിൽ ചവിട്ടിയാൽ അവൻ്റെ ജന്മം മുടിഞ്ഞു. അപ്പോൾ നമ്മളിതൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ദളിതൻ ഒരടി നടക്കുന്നു, അത് മായ്ക്കുന്നു, വീണ്ടും അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതൊരു മട്ടുപ്പാവിലൊക്കെ നിന്ന് വീക്ഷിക്കുന്ന ഒരു ബ്രാഹ്മണനൊരു സുഖം ഉണ്ടായിരിക്കും. അതായിരുന്നു നടപ്പായിരുന്നത്. ഇനി ചൂല് മാത്രം പോരാ, ഒരു ചെറിയ കുടുക്കും വേണം കയ്യിൽ വയ്ക്കണം. കാരണം വെച്ചാൽ തുപ്പണം. ദളിതൻ തുപ്പണമെങ്കിൽ ഈ മൺകുടുക്കയിൽ നമ്മൾ തുപ്പണം.
അല്ലെങ്കിൽ അവൻ്റെ തുപ്പലിൽ ഒരു ബ്രാഹ്മണൻ ചവിട്ടിയാൽ അതോടെ അവൻ്റെ ജന്മം തുലഞ്ഞു. ഇത്തരം മൃഗീയമായ അല്ലെങ്കിൽ പൈശാചികമായ ജാതി വിഭജനങ്ങളുമായി ബ്രാഹ്മണ ഹിന്ദു രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷുകാർ കൽക്കത്തയിൽ നിന്നും ആ രാജ്യത്തെ കീഴടക്കാനായിട്ട് വരുന്നത്. അവർ ഈ മഹാരാഷ്ട്രയിലെത്തിയപ്പോൾ, ഈ മറാഠ സംസ്ഥാനത്തെത്തിയപ്പോൾ അവർക്ക് അപ്രതീക്ഷിതമായി കുറേ സുഹൃത്തുക്കളെ കിട്ടി. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ ആളുകൾ, അത് അരയിൽ ചൂല് കെട്ടി നടന്നിരുന്നവർ, ചെറിയ മൺകുടുക്ക കയ്യിൽ പിടിച്ച് നടന്നിരുന്നവർ, മണ്ണിൽ കാലടി പതിപ്പിക്കാൻ പാടില്ലാത്തവർ, തുപ്പാൻ പാടില്ലാത്തവർ, ഈ ഗതികെട്ട ആളുകളെല്ലാം ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്നു. ബ്രിട്ടീഷുകാർ അവർക്ക് വേണ്ടി ഒരു റെജിമെൻ്റ് ഉണ്ടാക്കി, 500 പേരുടെ ഒരു മഹർ സൈന്യ റെജിമെൻറ്റ്. ഈ റെജിമെൻ്റാണ് 1818 ഈ ബാജിറാവു എന്ന പേർഷ്യയുടെ സൈന്യവുമായി ഏറ്റുമുട്ടുന്നത്. 50,000 പേരുണ്ടായിരുന്നു അത്രേ ഈ പേർഷ്യയുടെ സൈന്യത്തിൽ. ഇവരെ കൂടെ 500 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ബ്രിട്ടീഷുകാരുടെ സഹായം ഉണ്ടായതോടുകൂടി അന്ന് അവസാനിച്ചു ഈ മറാഠയിലെ ബ്രാഹ്മണ രാജ്യം. ഈ യുദ്ധമാണ് ഭീമ കൊറിഗാവ് യുദ്ധം. ഈ യുദ്ധം നടന്നിട്ട് 2018 200 വർഷം ആയി. അന്നാണ് ദളിതരുടെ ആഘോഷം അവിടെ ഉണ്ടായത്. അന്ന് എന്ന് ആഘോഷം നടത്തിയാലും അവിടെ സവർണർ അതിനെ അറ്റാക്ക് ചെയ്യും. ഇപ്രാവശ്യവും ഭയങ്കര അറ്റാക്ക് ഉണ്ടായിരുന്നു, ലഹള ഉണ്ടായിരുന്നു. അവിടെ അതിൻ്റെ കുറ്റം മുഴുവൻ ദളിതരുടെ തലയിൽ വയ്ക്കുകയും മനുഷ്യാവകാശ പ്രവർത്തകരെ കുറേ ജയിലിലടക്കുകയും ചെയ്തു. അർബൻ നക്സൽ എന്നാണ് അവരെ നമ്മുടെ അമിത് ഷാക്ക് വിശേഷിപ്പിക്കുന്നത് കണ്ടത്. വിചാരണ പോലും ഇല്ലാതെ അവർ അധികം കുറേ മനുഷ്യാവകാശ പ്രവർത്തകർ ആ കേസിൽ ജയിലിൽ കിടന്ന് നരകിച്ചു. ചിലർ തടവിൽ കിടന്നു മരിച്ചു. അത് ഒരു നല്ലവനായ ഒരാളുടെ പേര് ഞാൻ പറയാം, സ്റ്റാൻ സാമി, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കും. യുദ്ധത്തിൽ പരാജയപ്പെട്ടത് ബാജിറാവു ആയിരുന്നു. അപ്പോൾ ആ ചിൽപ്പാവൻ ബ്രാഹ്മണനോട് ബ്രിട്ടീഷുകാർ പറഞ്ഞു, നീ ഇനി ഇവിടെ നിൽക്കണ്ട, നാട് വിട്ട് ഓടിക്കോ, നിനക്ക് ജീവിക്കാനുള്ള പെൻഷൻ അയച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വേറൊരു ഉത്തർപ്രദേശിലുള്ള ഒരു സ്ഥലത്തേക്ക് പോയി. അങ്ങനെ 1818 മുതൽ ബ്രിട്ടീഷുകാർ മറാഠ ഭരിക്കാൻ തുടങ്ങി. മറാഠയിലെ ക്രൂരമായ ജാതി ആചാരങ്ങൾക്ക് അവർ വന്നപ്പോൾ കുറച്ച് കുറവ് വന്നു. ദളിതർ ചൂലും കൊണ്ട് നടക്കേണ്ടി വന്നില്ല, മൺകുടം തുപ്പാനായി സൂക്ഷിക്കേണ്ടി വന്നില്ല. എന്നാൽ ഐത്തബോധം എന്ന് പറയുന്ന സംഭവം അത് ശുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നൊരു സംഭവമാണ്. കുറേ കാലം നിങ്ങൾക്ക് ശുദ്ധിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ വിശ്വസിപ്പിച്ച നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങൾക്ക് ശുദ്ധിയില്ല എന്ന്. ഉദാഹരണമായി പണ്ട് സവർണർ മാത്രം കയറിയിരുന്ന നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ നോക്കുക. 1936 അവിടെയൊക്കെ എല്ലാ ജാതിക്കാർക്കും കയറാം എന്ന വിളംബരം ഉണ്ടായി. അതിനുശേഷം എല്ലാ ജാതിക്കാരും കൂടി നടത്തുന്ന ഒരുപാട് സവർണ ക്ഷേത്രങ്ങളുണ്ട്. അവിടെ 7 പേര് ചെയർമാന്മാരായിട്ടുണ്ട്, അമ്പല കമ്മിറ്റി ചെയർമാന്മാരായിട്ടുണ്ട്. ദളിതർ വരെ അമ്പല കമ്മിറ്റി ചെയർമാന്മാരായ സവർണ ക്ഷേത്രങ്ങളുണ്ട്. എന്നിട്ടും ആ അമ്പലങ്ങളിലൊന്നും ഒരു ദളിത് പൂജാരിയോ ഈഴവ പൂജാരിയോ വെക്കാൻ സമ്മതിച്ചിട്ടില്ല. എന്താണ് കാരണം? ഈ ദളിതരും ഈഴവരും തന്നെ കരുതുന്നു അതിനുള്ള ശുദ്ധി അവർക്കില്ല എന്നുള്ളത്. ഇതിൽ ഭരണാധികാരികൾക്ക് ഒന്നും ചെയ്യാനില്ല. കാരണം അതുപോലെ തന്നെയാണ് ബ്രിട്ടീഷുകാർ മറാത്തയിൽ വന്നപ്പോഴും മനുഷ്യ മനസ്സുകളിൽ നിന്നും ഐത്തം പോയില്ല. ഐത്തത്തിന് നിലനിൽപ്പുണ്ടായിരുന്നില്ല. കാരണം നിയമപരമായി ഇല്ല. എല്ലാ ജാതിക്കാർക്കും ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് അന്ന് അവിടെ കിട്ടി. ആ കാലത്താണ് അങ്ങനത്തെ ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ടിലേക്കാണ് ചില സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവിടെ കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരാളുടെ പേര് നമുക്കറിയാം, ഈ ജ്യോതിറാവു ഫൂലെ. അദ്ദേഹം ജനിച്ച 1828 ആ കാലം എന്ന് പറയുന്നത് 1828 കാലം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സുവർണ കാലഘട്ടം എന്ന് പറയാവുന്ന ഒരു പരിഷ്കരണങ്ങളുടെ കാലമാണ്. 1829 വില്യം ബെൻഡിക് എന്ന ഗവർണർ ജനറൽ സതി നിരോധിച്ചു. മാത്രമല്ല പെൺകുഞ്ഞുങ്ങളുണ്ടായാൽ അതിനെ കൊന്നുകളയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, പെൺ ശിശു ഹത്യ, അതും നിരോധിച്ചു. 6 വർഷം കഴിഞ്ഞ് 1835 ബ്രിട്ടീഷുകാർ പബ്ലിക് സ്കൂളുകൾ ആരംഭിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മതപ്രീണനം മാത്രമായിരുന്നു. ബ്രാഹ്മണർക്ക് വേദം ഓതി പഠിക്കാൻ കൊടുക്കും, കുറേ കാശ് കൊടുക്കും. പിന്നെ എലൈറ്റ് ക്ലാസ് മുസ്ലിങ്ങൾക്ക് പേർഷ്യൻ പഠിക്കാൻ കുറച്ച് കാശ് കൊടുക്കും. കുറച്ചൊന്നല്ല, 1 ലക്ഷം രൂപയാണ് മൊത്തം കൊടുക്കുക. ഇന്നത്തെ ഒരു വില നിലവാരം വെച്ച് നോക്കുമ്പോൾ
60 കോടി രൂപ വരും. അത് ഈ രണ്ട് കൂട്ടർക്കും ഒരു ആവശ്യമില്ലാണ്ടാണ് കൊടുക്കുന്നത്. ആ സമയത്താണ് ജോസഫ് മെക്കാളെ ഇന്ത്യയിലേക്ക് വരുന്നത്. പുള്ളി ചോദിച്ചത് എന്ത് ഏർപ്പാടാണിത്? 1 ലക്ഷം റുപ്പീസ് വെറുതെ ഇങ്ങനെ ഓതാൻ കൊടുക്കുകയോ? ഇന്ത്യക്കാരുടെ ആത്മാഭിമാനം ഉയർത്താൻ ഈ ക്യാഷ് നമുക്ക് ചിലവാക്കി കൂടെ? അവർ ഇംഗ്ലീഷ് പഠിക്കട്ടെ, അവരും ജോലിയിൽ കയറട്ടെ. ഇതാണ് മക്കാളെ പറഞ്ഞത്. അപ്പോൾ വില്യം ബെന്നിക്കും മെക്കാളയും ചേർന്ന് ഇന്ത്യയിൽ അങ്ങനെ ആദ്യമായി 1835 ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങി. ആ മെഡിക്കൽ കോളേജിൻ്റെ തുടങ്ങുന്ന ദിവസം തന്നെ ബ്രാഹ്മണർ ലഹളയുണ്ടാക്കിയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഡെയിനെ കൊണ്ടുവന്ന് പൊട്ടിച്ചിട്ടോ ഏതോ പീരങ്കി കൊണ്ടുവന്ന് വെടിവെച്ചിട്ടാണ് അവിടെ ഉദ്ഘാടനം നടത്തിയതെന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. എന്തായാലും വില്യം ബെന്നിക്ക് ഇത് മാത്രമല്ല ചെയ്തത്, അദ്ദേഹം മിഷനറിമാർക്ക് പ്രവർത്തിക്കാൻ അവസരം കൊടുത്തു. അവർ ആണ് രാജ്യം മുഴുവൻ നടന്ന് സ്കൂളുകൾ സ്ഥാപിച്ചത്. ആ സ്കൂളുകളിലെല്ലാം അയിത്തജാതിക്കാർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സൗകര്യം കൊടുത്തു. ഇംഗ്ലീഷ് പഠിച്ചു വന്നവർക്ക് ജോലി കൊടുത്തു. ജാതി നോക്കിയില്ല. അപ്പോൾ ജ്യോതിറാവു ഫൂലെയുടെ ജ്യോതിറാവു ഫൂലെയുടെ ബാല്യകൗമാരങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സുവർണ കാലഘട്ടത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം ദളിതൻ ആയിരുന്നില്ല. പുഷ്പങ്ങൾ വളർത്തുന്ന ഫൂലെ എന്ന ഒരു ജാതിയിലായിരുന്നു പുള്ളി ജനിച്ചത്. ഒരിക്കൽ പുള്ളി ഒരു ബ്രാഹ്മണ സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോയി. വധൂവരന്മാരൊക്കെ ഒരു ഘോഷയാത്ര പോലെ പോകുമ്പോൾ അതിൻ്റെ ഒപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ബ്രാഹ്മണർ വന്ന് ആളോട് ചോദിച്ചു, നീ ശൂദ്രനല്ലേ, നിനക്ക് ഈ ജാഥയിൽ നിൽക്കാൻ, ഈ പ്രൊസഷനിൽ നിൽക്കാൻ എന്താണ് അർഹത? പുള്ളി ആകെ നാണം കെട്ടുപോയി. പക്ഷെ ആളുടെ ഉൾക്കണ്ണ് അപ്പോഴാണ് തുറന്നത്. ആ കണ്ണിലൂടെ പുള്ളി ഈ വർണ്ണാശ്രമ ധർമ്മം എത്ര ഭീകരമാണ് എന്ന് ആൾ ദർശിച്ചു. അദ്ദേഹം പിന്നീട് ചെയ്യുന്നത് ഇംഗ്ലീഷ് പഠിക്കാൻ പോവാണ്. ക്രിസ്ത്യൻ മിഷണറിമാർ ഈ സ്കോട്ടിഷ് മിഷൻ സ്കൂൾ 1842 പൂനെയിൽ ഉണ്ടാക്കിയപ്പോൾ പുള്ളി അവിടെ പോയി ഇംഗ്ലീഷ് പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു ഈ സാവിത്രി എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും അറിയുന്ന ഒരു സ്ത്രീയാണ് സാവിത്രി ഫൂലെ. ആ സാവിത്രി ഫൂലേനെ എഴുതാനും വായിക്കാനും ഈ ഫൂലെ പഠിപ്പിച്ചു. അപ്പോൾ എഴുതാനും വായിക്കാനും പഠിച്ചപ്പോൾ സാവിത്രിക്ക് തോന്നി, എന്തുകൊണ്ട് മറ്റു പെൺകുട്ടികളെ പഠിപ്പിച്ചുകൂടാ? എന്താ അതിൻ്റെ കുഴപ്പം? അതിനുള്ള ഒരു ട്രെയിനിങ് ഒക്കെ ആളെടുത്ത് പറ്റിയ 2 പെൺകുട്ടികളെ കൂടെ കൂട്ടി, 2 സുഹൃത്തുക്കൾ. ഒരാൾ സാവിത്രിയുടെ ബന്ധു സുഗുണബായി, മറ്റൊരുവൾ ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഫാത്തിമ ഷേഖ്. ഇവർ 3 പേരും കൂടിയാണ് ആദ്യമായി പെൺകുട്ടികൾക്ക് പഠിക്കാൻ ഇന്ത്യയിൽ 1848 ഒരു സ്കൂൾ ഉണ്ടാക്കുന്നത്. അതിലേറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത സ്ത്രീ ഫാത്തിമ ഷേഖാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഫൂലെയും ഭാര്യയും ഒക്കെ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തയക്കിയപ്പോൾ അവർക്ക് വിളിച്ച് അഭയം കൊടുത്തത് ഈ ഷെയ്ഖിൻ്റെ കുടുംബക്കാരാണ്. ഷെയ്ഖിൻ്റെ വീടും അവർ പെൺകുട്ടികളെ പഠിപ്പിക്കാനുള്ള സ്കൂളാക്കി മാറ്റി. പെൺകുട്ടികളെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സമൂഹം ഇവരെ ഒറ്റപ്പെടുത്തിയപ്പോൾ ഈ ഫാത്തിമ ഷെയ്ഖും ഒരുപാട് കഷ്ടപ്പാടുകൾ അന്ന് അനുഭവിച്ചതായി ചരിത്രം പറയുന്നു. എല്ലാവരും പക്ഷേ ഓർക്കുന്നത് സാവിത്രിയെയാണ്, ഫാത്തിമയെ അധികമാരും ഓർക്കുന്നില്ല. അതിൻ്റെ കാരണം മുസ്ലിങ്ങൾക്ക് അവരെ വേണ്ട എന്നുള്ളത് കൊണ്ടാണ്. സത്യത്തിൽ ഈ ലോകത്തിൻ്റെ നവോത്ഥാനം വരെ പേർഷ്യയിൽ നിന്ന് തുടങ്ങുന്നു എന്നാണ് മുസ്ലിങ്ങൾ അവകാശപ്പെടുന്നത്. പക്ഷേ അവർക്ക് ഫാത്തിമ ഷെയ്ഖിൻ്റെ ക്രെഡിറ്റ് വേണ്ട. ഒരു പെൺകുട്ടി മുഖമൊക്കെ പുറത്ത് കാണിച്ച് വീട്ടിൽ നിന്നിറങ്ങി സാമൂഹ്യ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ആ സമൂഹത്തിന് ഇപ്പോഴും വേണ്ട എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ 1850കളിൽ ഇന്ത്യയിലേക്ക് നമ്മൾ മടങ്ങിപ്പോയാൽ സാവിത്രിയും സുഗുണബായിയും ഫാത്തിമ ഷെയ്ഖും, ആ 3 സ്ത്രീകൾ, അവർ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നു. വിധവകൾക്ക് വിവാഹം കഴിക്കുക എന്ന് പറയുന്നു. ശൈശവ വിവാഹം നിർത്തലാക്കണമെന്ന് പറയുന്നു. മാത്രമല്ല ഗർഭിണികളായ വിധവകളെ പുനരധിവസിപ്പിക്കുന്നു. ഇതിനിടയിൽ ഈ ഫൂലെ തൻ്റെ കിണർ എല്ലാ ജാതിക്കാർക്കുമായി വെള്ളം എടുക്കാൻ വേണ്ടി വിട്ടുകൊടുത്തു. പിന്നെ അതുപോലെ അദ്ദേഹം ബ്രാഹ്മണരുടെ ചില അവകാശങ്ങളെ ചോദ്യം ചെയ്തു. ഈ ബ്രാഹ്മണന്മാർക്ക് ചില അവകാശങ്ങളുണ്ട്, അത് എല്ലാ ജാതിയിലുണ്ട്. വിവാഹ കർമ്മങ്ങൾ നടത്താൻ, മരണാനന്തര കർമ്മങ്ങൾ നടത്താൻ, അതൊക്കെ ബ്രാഹ്മണർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഈ ആത്മാവിന് സ്വർഗത്തിൽ പോകാൻ ബ്രാഹ്മണൻ്റെ ആവശ്യമില്ല, വഴികളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഈ ചെൽപ്പാവൻ ബ്രാഹ്മണന്മാർക്ക് കലിയിളകുമല്ലോ. അവർ ഈ ഫൂലയെ കൊല്ലാൻ വേണ്ടി 2 പേർക്ക് കൊട്ടേഷൻ കൊടുത്തു. ഒരാളുടെ പേര് ദോണ്ടിറാം കുംബാർ, പിന്നെ ഒരാളുടെ പേര് റോഡെ.
രണ്ടുപേരാണ് ഇതിനു വേണ്ടി അയാളെ സ്കെച്ച് ചെയ്ത് നിരീക്ഷിച്ച് നടന്നത്. കുറേ നാളവർ നിരീക്ഷിച്ചു. കൊലയ്ക്ക് പറ്റിയ സമയവും സ്ഥലമൊക്കെ നിശ്ചയിക്കാനാണ് ഈ നിരീക്ഷണം. പക്ഷെ അങ്ങനെ അവർ നിരീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം അവർക്ക് പിടികിട്ടി. ഞങ്ങൾ ഈ സ്കെച്ച് ചെയ്തിരിക്കുന്ന വ്യക്തി ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാണ് ഞങ്ങളയാളെ കൊല്ലേണ്ട ആവശ്യം എന്ന് മനസ്സിലാക്കി അവർ അദ്ദേഹത്തെ കണ്ട് മാപ്പ് പറഞ്ഞ് അവരുടെ ശിഷ്യന്മാരായി എന്നാണ് ചരിത്രം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കാലത്ത് ബ്രാഹ്മണർ ഭരിച്ച് വർണ്ണവ്യവസ്ഥയും നടപ്പാക്കി ധർമ്മം പരിപാലിക്കപ്പെട്ടിരുന്ന ഒരു നാട്. ആ നാടാണ് ബ്രിട്ടീഷുകാരും അവരുടെ ഒപ്പം ചേർന്ന ശൂദ്രന്മാരും ദളിതരും ചേർന്ന് നശിപ്പിക്കുന്നത്. ഭാരതത്തിൻ്റെ ഒരു ഉന്നതമായ സംസ്കാരമാണ് ഇല്ലാതാകുന്നത്. എന്തായിരുന്നു ആ ഉന്നതമായ സംസ്കാരം? ദളിതരെയും പിന്നോക്കക്കാരെയും ജാതിയുടെ പേരിൽ പീഡിപ്പിക്കുക. ഏത് ജാതിയിൽപ്പെട്ട പെണ്ണായാലും സ്ത്രീ ആയാലും വിദ്യാഭ്യാസവും സമത്വവും നിഷേധിക്കുക. പെൺകുട്ടികളെ വിവാഹം കഴിച്ച്, ചെറിയ പെൺകുട്ടികളെ ചെറുപ്രായത്തിൽ വിവാഹം കഴിച്ച് പീഡിപ്പിക്കുക. അവർ വിധവകളായാൽ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കാതെ വീണ്ടും പീഡിപ്പിക്കുക. ഇത്തരത്തിൽ പണ്ടേതോ ഒരു മന്ദബുദ്ധി ഉണ്ടാക്കിയ അനാചാരങ്ങൾക്കനുസരിച്ച് അന്യജീവനെ പീഡിപ്പിക്കുന്ന ഒരു പരിഭാവനമായ ഭാരതീയ സംസ്കാരം ഇന്ത്യയിലുണ്ടായിരുന്നു. അത് പരിഭാവനമാണ് എന്ന് വിശ്വസിപ്പിക്കുന്ന കുറേ ആളുകളും ഇവിടെ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഉശിരു കൂടിയ ജാതികൾ ആയിരുന്നു ചിൽപ്പാവൻ ബ്രാഹ്മൺസ്. ബ്രിട്ടീഷുകാരെ എങ്ങനെയെങ്കിലും കെട്ടിച്ച് പഴയ ഹിന്ദുരാജ്യം പുനഃസ്ഥാപിക്കണം എന്ന് അവർക്കുണ്ട്. പക്ഷേ സാഹചര്യം ഒത്തുവരുന്നില്ല. അങ്ങനെ ഇരിക്കെ 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റ് പട്ടണത്തിൽ ഒരു കലാപം ഉണ്ടായി. അവിടുത്തെ ബ്രിട്ടീഷ് പട്ടാളത്തിലാണ് ആ കലാപം ഉണ്ടായത്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഈ പട്ടാളത്തിലുണ്ട്. അപ്പോൾ ഈ ആരോ ഒരു കിംവദന്തി മുസ്ലിങ്ങളോട് പോയി പറഞ്ഞു. അവർക്ക് ഒരു കാറ്റ്രിഡ്ജ് കൊടുക്കുക. ആ കാറ്റ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒരു പാക്കറ്റാണ്, ഒരു കടലാസ് കൊണ്ടുള്ള പാക്കറ്റാണ്. ആ പാക്കറ്റ് തുറന്നിട്ട് വേണം അതിൽ നിന്ന് വെടിയുണ്ടയും പിന്നെ പോലെ ഗൺ പൗഡർ എടുക്കാൻ. അപ്പോൾ ഇവരോട് പറഞ്ഞു, ആ പാക്കറ്റ് ഒട്ടിച്ചിട്ടുള്ളത് പന്നിയുടെ നെയ്യ് കൊണ്ടാണ്, അതല്ലേ നിങ്ങൾ കടിച്ച് പൊട്ടിക്കുന്നത് എന്ന് ചോദിച്ചു. ഇതേ ചോദ്യം വേറൊരു രീതിയിൽ ഹിന്ദുക്കളുടെ സൈനികരുടെ അടുത്ത് പോയി ചോദിച്ചു. നിങ്ങൾ ഈ പശുവിൻ്റെ നെയ്യൊട്ടിച്ചിട്ടുള്ള സാധനമല്ലേ കടിച്ച് പൊട്ടിക്കുന്നത്? നമ്മുടെ ഹിന്ദു മുസ്ലിം വിശ്വാസികൾ ഇന്നത്തെ പോലെ തന്നെ അന്നും പൊട്ടന്മാരായിരുന്നു. എന്തെങ്കിലും കിംവദന്തി കേട്ടാൽ പരസ്പരം വെട്ടിക്കൊല്ലലാണ് അന്നത്തെയും പണി, ഇന്നത്തെയും പണി. അത് തന്നെയാണ് 1857 മെയ് 10 മീററ്റിൽ സംഭവിച്ചത്. അത് ഇന്ത്യ മുഴുവൻ പടർന്നു പിടിച്ചു. അതിന് നമ്മൾ ശിപ്പായി കലാപം എന്ന് പറയുന്നു. ചിൽപ്പാവൻ ബ്രാഹ്മണനായ സവർക്കർ അതിനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമായും പറയുന്നു. ചിൽപ്പാവൻ ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു കലാപം നടന്നു എന്ന് കേട്ടത് തന്നെ അവസരമായി. അപ്പോൾ അവരുടെ ബ്രിട്ടീഷുകാർ ആണല്ലോ അവരുടെ രാജാവിനെ തോൽപ്പിച്ചിട്ടുള്ളത്. എന്താ പറയുക, പേഷ്വ. അയാൾക്കൊരു ദത്തുപുത്രൻ ഉണ്ടായിരുന്നു. അവൻ്റെ പേര് നാനാ സാഹബ് എന്നായിരുന്നു. പുള്ളി ബ്രിട്ടീഷുകാരോട് കലിപ്പിലിരിക്കുന്ന നേരത്താണ് ഈ കലാപ വാർത്ത കേൾക്കുന്നത്. എന്താ പുള്ളിക്ക് കലിപ്പ് വരാൻ കാരണമെന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാരൊരു പുതിയ നിയമം കൊണ്ടുവന്നു. രാജാവിന് അവകാശികളില്ലെങ്കിൽ പിന്നെ കുടുംബത്തിന് പെൻഷൻ കിട്ടില്ല. നാനാ സാഹബ് ദത്തുപുത്രനാണ്. ബ്രിട്ടീഷുകാർ അവൻ്റെ പെൻഷൻ നിർത്തലാക്കി. ജോലിയും കൂലിയുമില്ലാത്ത വിയർപ്പിൻ്റെ അസുഖമുള്ള നാനാ സാഹബ് പെൻഷൻ കിട്ടാതെ എങ്ങനെ സുഖമായി ജീവിക്കും? അങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കുമ്പോഴാണ് മീററ്റിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം തുടങ്ങിയ വിവരം ഈ നാനാ സാഹബ് അറിയുന്നത്. പുള്ളി നേരെ ഒരു സൈന്യവുമായി കാൺപൂരിൽ പോയി കലാപം നടത്തി. താന്തിയ തോപ്പി എന്ന ഒരു വലിയ പരിചയസമ്പന്നനായ ഒരു കമാൻഡർ പുള്ളിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുതന്ത്രവും തന്ത്രവും ഒക്കെ ഉപയോഗിച്ച് ഈ നാനാ സാഹബ് ബ്രിട്ടീഷ് സൈന്യത്തെ കാൺപൂരിൽ നിന്നും പുറത്താക്കി. എന്നിട്ട് പറഞ്ഞു, ഇനി ഞാനാണ് പേഷ്വ, ചിൽപ്പാവൻ ബ്രാഹ്മണരുടെ അധികാരം ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു, ഇനി ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ്. ഈ നാനാ സാഹബിൻ്റെ ക്രൂരത 1857 ശിപ്പായി കലാപത്തിൽ കൃത്യമായി അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതിനുള്ള ഏറ്റവും നിഷ്ഠൂരമായ ഉദാഹരണം കാൺപൂരിലെ ബിബിഹറിൽ നടന്ന കൂട്ടക്കൊലയാണ്. ശത്രുക്കളായ ബ്രിട്ടീഷ് സൈന്യത്തെ അല്ല
അവർ കൊന്നത്, മറിച്ച് സ്ത്രീകളെയും അവരുടെ സ്ത്രീകളുടെയും കുടുംബത്തെയുമാണ് അവർ കൂട്ടക്കൊല ചെയ്തത്. അതും കൊടും ചതിയാണ് നാനാ സാഹബ് പുറത്തെടുത്തത്. കാൺപൂരിൽ യുദ്ധം നടക്കുമ്പോൾ ഈ ബ്രിട്ടീഷുകാർ അവരുടെ കുടുംബങ്ങളും ഒരു ചെറിയ കോട്ട പോലുള്ളിടത്ത് ഒളിച്ചു. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പുറത്തിറങ്ങിയാൽ നാനാ സാഹിബിൻ്റെ സൈന്യം കൊല്ലും. ഭക്ഷണമില്ല, മരുന്നില്ല, യാതൊരുവിധ സൗകര്യങ്ങളുമില്ല. സ്ത്രീകളും കുട്ടികളും മരിച്ചു തുടങ്ങി. അപ്പോൾ നാനാ സാഹിബ് ബ്രിട്ടീഷുകാർക്കൊരു ഉറപ്പ് കൊടുക്കുകയാണ്, നിങ്ങൾ അലഹാബാദിലേക്ക് രക്ഷപ്പെടാൻ ഞാൻ സഹായിക്കാം, ഒന്നുകൊണ്ടും പേടിക്കണ്ട. അങ്ങനെ വിശ്വസിപ്പിച്ച് ആദ്യം ആണുങ്ങളെ പുറത്തിറക്കി അവരെ മുഴുവൻ പുഴക്കരയിലിട്ട് വെട്ടിക്കൊന്നു. അപ്പോഴാണ് ഇവരെ രക്ഷിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് സൈന്യം പുറത്തുനിന്ന് വരുന്നുണ്ട് എന്നറിഞ്ഞത്. അപ്പോൾ ഈ നാനാ സാഹിബ് ചെയ്തത്, കൃത്യമായി പറഞ്ഞാൽ തീയതി 1857 ജൂലൈ 15 ഏകദേശം 300 ബ്രിട്ടീഷ് സ്ത്രീകളെയും കുട്ടികളെയും കശാപ്പുകാരെ വെച്ച് വെട്ടിക്കൊന്നു. മാത്രമല്ല അവരുടെ പാർട്സുകൾ എടുത്ത് ഒരു കിണറ്റിലേക്ക് ഇടുകയും ചെയ്തു. ഇത് കേൾക്കുമ്പോൾ ഹമാസ് ഒക്ടോബറിന് ഇസ്രായേലിൽ പോയി ചെയ്തതാണ് നമുക്ക് ഓർമ്മ വരിക. ഈ ചിൽപ്പാവൻ ബ്രാഹ്മണർ കാൺപൂരിൽ ചെയ്ത സംഭവം ഏകദേശം അതുപോലെയാണെന്ന് നമുക്ക് മനസ്സിലാക്കും. അതിൻ്റെ പേരിൽ ഇന്ന് ഗാസ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അതേ ദുരിതം ഇന്ത്യക്കാർ ഇന്ത്യയിൽ അനുഭവിച്ചു. ബ്രിട്ടീഷുകാർ നിർദ്ധയമായാണ് ആ കലാപത്തെ അടിച്ചമർത്തിയത്. അവരുടെ മുന്നിൽ വന്നത് സാധാരണ ഇന്ത്യക്കാരനാണോ, സൈനികനാണോ, ചിൽപ്പാവൻ തീവ്രവാദിയാണോ ഒന്നും അവർ നോക്കിയില്ല. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെയാണ് ബ്രിട്ടീഷുകാർ കൊന്നൊടുക്കിയത്. യുദ്ധം സൈനികർ തമ്മിലായിരുന്നെങ്കിൽ, അങ്ങനെ സൈനികർ തമ്മിൽ നിലനിർത്തുകയായിരുന്നെങ്കിൽ നമ്മുടെ സൈനികർ മാത്രമേ മരിക്കുമായിരുന്നുള്ളൂ. പക്ഷേ നിരപരാധികളായ ഒരുപാട് ഇന്ത്യക്കാർ അതിൻ്റെ തുടർന്ന് മരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. ഗാസ ഇന്ന് കാണുന്ന കാഴ്ച ഇന്ത്യ 1857 ഈ നാനാ സാഹിബ് മുഖാന്തരം കാണേണ്ടി വന്നു. നമുക്ക് അറിയുന്നത് പോലെ ഈ ബ്രിട്ടീഷുകാർ അതിക്രൂരമായാണ് ശിപ്പായി കലാപത്തെ അടിച്ചമർത്തിയത്. ഇതിനിടയിൽ കുറച്ചുനാൾ ചിൽപ്പാവൻ ബ്രാഹ്മൺസിന് അവിടെ ഭരിക്കാൻ പറ്റി. കാരണം അവർ കുറച്ചുനാൾ ബ്രിട്ടീഷുകാരെ പുറത്ത് നിർത്തിയിരുന്നു. ആ കാലത്താണല്ലോ ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയത്. പിന്നീട് ഈ നാനാ സാഹിബിനെ പിടിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ സൈന്യമായിട്ട് വരികയും നാനാ സാഹിബ് വളരെ തന്ത്രപൂർവം നേപ്പാളിലേക്ക് മുങ്ങുകയും ചെയ്തു. അത് നമുക്കിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുക, ഈ ഖത്തറിൽ കുറേ ആളുകൾ, കുറേ ഹമാസിൻ്റെ ആളുകൾ നിൽക്കുന്നില്ലേ, ഓടിപ്പോയില്ല. അതേപോലെ നാനാ സാഹിബ് ഭംഗിയായിട്ട് നേപ്പാളിൽ പോയതായിട്ട് ചരിത്രം പറയുന്നു. അതിനുശേഷം ബ്രിട്ടീഷ് പാർലമെൻറ്റ് നേരിട്ട് ഇന്ത്യ ഭരിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ഒരു ക്രിമിനൽ കോഡ് ആദ്യമായി കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. ഇതുവരെയും ഇന്ത്യയിലുണ്ടായിരുന്ന ക്രിമിനൽ നിയമവ്യവസ്ഥയിൽ ബ്രാഹ്മണന് സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ടായിരുന്നു. കൊലപാതക കുറ്റം ചെയ്താൽ പോലും ബ്രാഹ്മണന് പ്രിവിലേജ് ഉണ്ടായിരുന്നു. ഇനി ആരും അങ്ങനെ സുഖിക്കണ്ട എന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. ഒരു കുറ്റത്തിന് എല്ലാവർക്കും ഒരേ ശിക്ഷ ബാധകമായ നിയമങ്ങൾ അവർ കൊണ്ടുവന്നു. അതിനെയാണ് നമ്മൾ ഇന്ത്യൻ ശിക്ഷാ നിയമം IPC എന്ന് പറയുന്നത്. 1862 ജനുവരി 1 അത് പ്രാബല്യത്തിൽ വന്നത്. അതിന് ഭയങ്കര പ്രത്യേകതകളുണ്ട്. പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ചരിത്രത്തിൽ, എഴുതപ്പെട്ട ചരിത്രത്തിൽ ആദ്യമായി ബ്രാഹ്മണന് പ്രിവിലേജ് കൊടുക്കാത്ത ഒരേ ഒരു ശിക്ഷാ നിയമമായിരുന്നു IPC. ബ്രിട്ടീഷുകാരങ്ങനെ ചരിത്രം കുറിച്ചു എന്ന് നമുക്ക് പറയാം. ഈ IPCയുടെ കരട് തയ്യാറാക്കുന്നതും മെക്കാളയാണ്. അതുകൊണ്ടാണ് ഇന്നും BJPയെ പിന്തുണയ്ക്കുന്നവർ മെക്കാളയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വിപ്ലവകരമായ നിയമം കൊണ്ടുവന്നിട്ടും ബ്രാഹ്മണാദികൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ അഡ്ജസ്റ്റ് ചെയ്തു പോയി. എന്തുകൊണ്ടെന്നാൽ 1857 കിട്ടിയ തിരിച്ചടി, അതിൻ്റെ ക്ഷീണം മാറിയിരുന്നില്ല. എന്നാൽ പ്രത്യക്ഷത്തിൽ മാത്രമാണ് അവർ പ്രതികരിക്കാതിരുന്നത്. വീടിൻ്റെ അകങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ അവർ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വെറുപ്പ് വളർത്തിക്കൊണ്ടിരുന്നു. അവിടെ ജനിച്ചു വീഴുന്ന എല്ലാ കുട്ടികളും വലുതാകുമ്പോൾ ഒരു തീവ്രവാദിയാകും വിധം അവർ വിദ്വേഷം കുത്തിവെച്ചു. അത് മൂത്തു പഴുത്തതിൻ്റെ ഉദാഹരണം 1845 ജനിച്ച ബസുദേവ് ഫഡ്കെയിൽ നമുക്ക് കാണാം. ചിൽപ്പാവൻ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദുത്വ തീവ്രവാദിയാണ് ഫാഡ്കെ. എന്തായിരുന്നു ഫാഡ്കെയുടെ ആദർശം? ആയുധമില്ലാതെ ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാനാവില്ല, ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാതെ ബ്രാഹ്മണ രാജ്യം സ്ഥാപിക്കാനും ആവില്ല. ഇതായിരുന്നു ഫാഡ്കെയുടെ തീവ്രവാദ തോട്ട്.
ആയുധം ഉണ്ടാക്കാൻ എന്തു വേണം? പണം വേണം. പണം കിട്ടാൻ പണം ഉള്ളവരിൽ നിന്നും വാങ്ങണം. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ പണമുണ്ട്, അത് വെറുതെ കിട്ടില്ല, കൊള്ളയടിക്കണം. അങ്ങനെ കൊള്ളയടിച്ച് പണമുണ്ടാക്കി അതുകൊണ്ട് ആയുധം വാങ്ങി ആ ആയുധം കൊണ്ട് ബ്രിട്ടീഷുകാരെ തുരത്താനുള്ള സൈന്യം ഉണ്ടാക്കണം. ഫഡ്കെ അത് ഉണ്ടാക്കി. 1870 ഇന്ത്യയിൽ പട്ടിണി, ഒരു ക്ഷാമം പടർന്നു പിടിച്ചപ്പോൾ അദ്ദേഹത്തിന് നല്ല സൗകര്യമായി. പട്ടിണി ഭീകരമായി അനുഭവിച്ചു കൊണ്ടിരുന്ന ദളിത് ശരീരങ്ങളെയും ഗോത്രവർഗ ശരീരങ്ങളെയും കർഷക തൊഴിലാളി ശരീരങ്ങളെയും ഫഡ്കെ തൻ്റെ സൈന്യത്തിൽ ചേർത്തു. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ട്രഷറികൾ ആക്രമിച്ച് പണം കവർന്നു, കമ്പിത്തപാൽ സംവിധാനങ്ങൾ തകർത്തു, റെയിൽപാളം തകർത്തു. 1879 ഫഡ്കെയുടെ സൈന്യം ബ്രിട്ടീഷുകാരുമായി നേരിട്ട് ഏറ്റുമുട്ടി. അതോടെ തീർന്നു, ഫഡ്കെയുടെ പണി തീർന്നു. ഫഡ്കെയെ തടവുകാരനായി പിടിച്ചു, ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച് യമനിൽ കൊണ്ടുപോയി അവിടെ വെച്ച് അദ്ദേഹം മരിച്ചു. ഇംഗ്ലീഷുകാർ ചരിത്ര പുസ്തകങ്ങളിൽ അദ്ദേഹത്തെ കൊള്ളക്കാരൻ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ബ്രാഹ്മണ ചരിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഫഡ്കെ ബ്രാഹ്മണനാണ്. അവർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഫാദർ ഓഫ് ദി ഇന്ത്യൻ ആംഡ് റിവോൾട്ട് എന്നാണ്. ഈ സമയത്ത് ബാലഗംഗാധര തിലകൻ എന്ന ഒരു ചിൽപ്പാവൻ ബ്രാഹ്മണൻ മറാഠയിൽ പ്രശസ്തനായി വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആദ്യകാലങ്ങളിൽ പുള്ളി കുറച്ച് സമൂഹം പരിഷ്കരിക്കപ്പെടണം എന്നൊക്കെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞുനാൾ മുതൽ ഉള്ളിൽ കയറിക്കൂടിയ ബ്രിട്ടീഷ് വിരോധം കൊണ്ട്, ബ്രിട്ടീഷുകാരുള്ള വെറുപ്പ് കൊണ്ട്, ബ്രിട്ടീഷുകാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെപ്പോലും അദ്ദേഹം എതിർക്കാൻ തുടങ്ങി. 1856 അദ്ദേഹം ജനിക്കുന്നത്. ശിപ്പായി കലാപത്തിൻ്റെ ഒരു വർഷം മുമ്പ് 25 വയസ്സായപ്പോൾ തന്നെ തിലകൻ 2 പത്രങ്ങൾ തുടങ്ങി. രണ്ട് ഭാഷയിൽ, ഒന്ന് മറാഠയിൽ, അത് ഇംഗ്ലീഷിൽ, മറാഠ എന്ന പേരിൽ ഇംഗ്ലീഷിൽ, കേസരി എന്ന പേരിൽ മറാഠയിലും തുടങ്ങി. ആ പത്രങ്ങളിലൂടെ തിലകൻ ബ്രിട്ടീഷുകാർക്കെതിരെ ആഞ്ഞടിച്ചു. ഹിന്ദുവിൻ്റെ ഏറ്റവും മികച്ച സാമൂഹ്യക്രമമായ ജാതി വ്യവസ്ഥയിൽ ബ്രിട്ടീഷുകാർ ഇടപെടുന്നു. വിധവകൾ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന മതനിയമത്തിൽ ബ്രിട്ടീഷുകാർ ഇടപെടുന്നു. 6 വയസ്സുള്ള കുട്ടികളെ പോലും കല്യാണം കഴിക്കാനുള്ള ഹിന്ദു പുരുഷൻ്റെ അവകാശത്തിൽ ബ്രിട്ടീഷുകാർ ഇടപെടുന്നു. ഹിന്ദുവിൻ്റെ ആചാരം എന്ന് പറയുന്നത് അനാദികാലങ്ങളായി നിലനിന്ന് വരുന്ന ആചാരങ്ങളാണ്. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തിക്കോളാം. ഞങ്ങളെ നന്നാക്കാൻ നിങ്ങൾ ബ്രിട്ടീഷുകാർ ആരാണ്? മറാത്തിയിൽ ജനിച്ചു വീഴുന്ന ഓരോ ചിൽപ്പാവൻ കുട്ടിയും ഈ ന്യായം കേട്ടാണ് വളർന്നത്. ഓരോ സവർണ ഗ്രഹവും ഓരോ ഹിന്ദു മദ്രസ പോലെ ആയി മാറി. അങ്ങനെ കലാപത്തിൻ്റെ തട്ട് ചൂടായി കിടക്കെ ഒരു തീപ്പന്തം പോലെ കലാപകാരികൾ ഉണ്ടാവുന്ന തരത്തിൽ ഒരു സംഭവം, ഒരു ദുരന്ത വാർത്ത ഇന്ത്യയിലുണ്ടായി. ബംഗാളിലൊരു കുഗ്രാമത്തിൽ 10 വയസ്സുള്ള ഫൂൽമണി എന്ന പെൺകുട്ടി അരക്കെട്ട് തകർന്ന് കൊല്ലപ്പെട്ടു. അക്കാലത്ത് പെൺകുട്ടികളുടെ വിവാഹപ്രായം 10 വയസ്സാണ്. കെട്ടുന്ന പുരുഷന് 50, 60, 40 വയസ്സൊക്കെ കാണും. വിവാഹ ദിവസം തന്നെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കണം എന്നതാണ് ഈ ആചാരം. അതിൻ്റെ പേര് ഗർഭധാൻ എന്നാണ്. ഈ അപരിഷ്കൃത ആചാരത്തിൻ്റെ പേരിൽ പല കുട്ടികളും ബ്ലീഡിങ് വന്ന് ഗുരുതരാവസ്ഥയിലെത്താറുണ്ട്, ചിലർ മരിക്കാറുണ്ട്. പല വിവരങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. എന്നാൽ ഫൂൽമണി അരക്കെട്ട് തകർന്നു മരിച്ച കാര്യം പത്രങ്ങളിലൂടെ പുറത്തു വന്നു. അന്ന് ഇന്ത്യയിൽ വളരെ ചെറിയ ഒരു മിഡിൽ ക്ലാസ് ഉണ്ടായിരുന്നു, വളരെ ചെറുത്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഇംഗ്ലീഷ് പഠിച്ചവർ, അതുപോലെ ജോലി ഗുമസ്തപ്പണി കിട്ടിയിരുന്നവർ, ഉന്നത കുലജാതരായ മക്കൾ, ചിൽപ്പാവൻ ബ്രാഹ്മണരിൽ പോലും പുരോഗമനകാരികൾ അക്കാലത്തുണ്ടായിരുന്നു. വിരലിൽ എണ്ണാം, നമുക്കത് പറയാതെ പറ്റില്ല, അവരുടെ സംഭാവനകൾ പറയാതെ പറ്റില്ല. അവരിൽ ഒരാളുടെ പേരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാത്മാഗാന്ധിയുടെ ഗുരുവാണ് അദ്ദേഹം. R.G. ബണ്ടേക്കർ, അതുപോലെ മഹാദേവ് ഗോവിന്ദ് റാനഡെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങിയപ്പോൾ ഇന്ത്യൻ നാഷണൽ സോഷ്യൽ കോൺഫറൻസ് തുടങ്ങിയ ആളാണ് റാനഡെ. പുള്ളി പറയുന്നത്, നമ്മൾക്ക് രാഷ്ട്രീയാധികാരം കിട്ടിയിട്ട് കാര്യമില്ല, നാട്ടിൽ ജാതിഭേദവും മതഭേദവും ഉണ്ടെങ്കിൽ നമുക്ക് അധികാരം കിട്ടിയിട്ട് പോലും കാര്യമില്ല എന്ന് പറഞ്ഞ അത്രയ്ക്കും പുരോഗമനകാരിയായ ആളുകളും ചിൽപ്പാവൻ ബ്രാഹ്മണരിൽ ഉണ്ടായിരുന്നു. പിന്നെ G.S. അഗ്രക്കർ, G.B. പാർഖെ, N.G. ചന്ദവാക്കർ, അങ്ങനെ വിരലിലെണ്ണാവുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. 2 സ്ത്രീകൾ
വളരെ പ്രശസ്തരായി മാറിയ രണ്ട് സ്ത്രീകൾ കൂടി നമുക്ക് സൂചിപ്പിക്കാതെ വയ്യ. പണ്ഡിത രമാബായി, സ്ത്രീ ആയിരുന്നിട്ടും വിദ്യാഭ്യാസം നേടി പണ്ഡിത എന്ന് പേരെടുത്ത ആദ്യത്തെ സ്ത്രീയാണ് ഈ പണ്ഡിത രമാബായി. പിന്നെ രുക്മിണിബായി. ഈ രുക്മിണിയെയും ഈ 10 വയസ്സിൽ കല്യാണം കഴിച്ചു കൊടുത്തിരുന്നു. പക്ഷെ ഭർത്താവിൻ്റെ കൂടെ പോകാൻ അവൾ സമ്മതിച്ചില്ല. പിന്നെ അതൊരു വലിയ കേസും വലിയ ചരിത്രവുമായിട്ട് മാറുകയുണ്ടായി. നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഫൂൽമണി കേസ് വാർത്തയായപ്പോൾ ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് ബഹളമുണ്ടാക്കി. അവർ ബ്രിട്ടീഷുകാരോട് പറഞ്ഞു, 10 വയസ്സ് പറ്റില്ല, ഒരു 2 വയസ്സെങ്കിലും പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒരു 2 വയസ്സെങ്കിലും കൂട്ടണം. ഇനി ഇതുപോലെ മരണം സംഭവിക്കരുത്. ബ്രിട്ടീഷുകാർ നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പോൾ ബാലഗംഗാധര തിലകൻ്റെ നേതൃത്വത്തിലുള്ള ബ്രാഹ്മണ യാഥാസ്ഥിതികർ ബ്രിട്ടീഷുകാർക്കെതിരെ പത്രങ്ങളിലൂടെ ആഞ്ഞടിക്കാൻ തുടങ്ങി. മദൻ മോഹൻ മാളവ്യ എന്ന മറ്റൊരു പ്രശസ്തനായ ചിൽപ്പാവൻ ബ്രാഹ്മണനും തിലകൻ്റെ ഒപ്പം നിന്നു. എന്നാൽ ഈ ബ്രിട്ടീഷുകാർ ആ സമയത്തൊക്കെ ഏകദേശം തമിഴ് സിനിമയിലെ രജനീകാന്തിനെ പോലെ ആയിരുന്നു. അവർ സ്ട്രോങ് ആയി നിന്നു. അവർ വിവാഹപ്രായം 12 വയസ്സാക്കി തീരുമാനിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ബ്രാഹ്മണാദികൾ മൊത്തം ബ്രിട്ടീഷുകാർക്കെതിരെ കോപ്പുകൂട്ടി. എന്നാൽ അതൊരു തീവ്രവാദത്തിലേക്ക് വളർത്താൻ ഈ ചിൽപ്പാവൻ ബ്രാഹ്മന്മാർക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ. അവരുടെ കുടുംബങ്ങളിൽ വളർന്നു വരുന്ന കുട്ടികൾ അവർ തിലകനെ പോലുള്ള യാഥാസ്ഥിതികളുടെ പത്രങ്ങൾ വായിച്ച് ആവേശം ഉൾക്കൊണ്ട്, അതുപോലെ ബ്രിട്ടീഷുകാരെ കുടുംബത്തോടെ വെട്ടിയരിഞ്ഞ നാനാ സാഹബിനെ കുറിച്ചുള്ള കഥകൾ കേട്ട് ആവേശം ഉൾക്കൊണ്ട്, അതുപോലെ ബ്രിട്ടീഷുകാർക്കെതിരെ വെടിവെപ്പും സ്ഫോടനവും നടത്തിയ ഫാഡ്കയെ പോലുള്ള തീവ്രവാദികളെക്കുറിച്ച് കേട്ട് വളർന്ന് ആവേശം ഉൾക്കൊണ്ട് ആവേശ കൊട്ടുമുട്ടി കയറിയ ആ ചിൽപ്പാവൻ ബ്രാഹ്മണന്മാർ അവർ ചെറിയ തീവ്രവാദ സംഘങ്ങൾ രൂപീകരിക്കാൻ തുടങ്ങി. അതിലൊന്നാണ് ദ്രാവിഡ സഹോദരന്മാരും ചപ്പേക്കർ സഹോദരന്മാരും കൂടിച്ചേർന്ന് പൂനെയിൽ ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പ്. പറ്റിയ ഒരു അവസരത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. അപ്പോഴാണ് പൂനെയിൽ ആദ്യമായി പ്ലേഗ് വരുന്നത്. 1897 ഈ പ്ലേഗ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. നാട്ടുകാർക്ക് ഇത് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നറിയില്ല. പ്ലേഗ് വരുന്ന കുടുംബത്തിലെ രോഗികൾ അങ്ങനെ ഒരു രോഗിയുണ്ടെന്ന് പുറത്തറിയിക്കാതെ അവർ തന്നെ ചികിത്സിക്കും. ഇതിൻ്റെ കാരണം ഇതുമൂലം ആ വീട്ടിലെ എല്ലാവർക്കും രോഗം വരികയും എല്ലാവരും മരിക്കുന്ന ഒരു സ്ഥിതി വന്നു. അപ്പോഴാണ് ഈ ക്വാറന്റീനും ലോക്ക്ഡൗണും ആദ്യമായി ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ ഇത് നടപ്പാക്കുന്നതിന് വേണ്ടി WC റാൻഡ് എന്ന ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനെ അവിടെ നിയോഗിച്ചു. പുള്ളി വീടുകളിലേക്ക് കയറി ചെന്നു. എന്നിട്ട് രോഗികളെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. മാത്രമല്ല രോഗികളുടെ ഈ സാധനങ്ങൾ, രോഗികൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ കത്തിച്ചു കളഞ്ഞു. പക്ഷെ ഒരബദ്ധം പുള്ളിക്ക് പറ്റി. പുള്ളി ഈ ചിൽപ്പാവൻ ബ്രാഹ്മണരുടെ ശുദ്ധി അശുദ്ധിയെപ്പറ്റി പുള്ളിക്ക് പ്രത്യേക ധാരണയുണ്ടായിരുന്നില്ല. ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ച് അവർക്കുണ്ടോ ഈ ക്ഷത്രിയനും ശൂദ്രനും രോഗം വന്നാൽ എല്ലാവർക്കും വരുമല്ലോ എന്നുള്ളൊരു ധാരണയിൽ പുള്ളി ഈ ബ്രാഹ്മണരുടെ വീടുകളിൽ കയറി രോഗികളെ പുറത്തെടുത്ത് ആശുപത്രിയിലാക്കി അവരുടെ അണുക്കൾ നിറഞ്ഞ വസ്ത്രങ്ങൾ കത്തിച്ചു കളഞ്ഞു. ബ്രിട്ടീഷുകാരെ നോട്ടമിട്ടിരുന്ന ബ്രാഹ്മണർ ഇങ്ങനെ പ്രചരിപ്പിച്ചു: ബ്രിട്ടീഷുകാർ ബ്രാഹ്മണ ഗ്രഹങ്ങളിൽ കയറി പുണ്യപുസ്തകങ്ങളും വിഗ്രഹങ്ങളും നശിപ്പിക്കുന്നേ, നാട്ടുകാരെ ഓടി വരണേ എന്നുള്ള ഭയങ്കര പ്രചരണം അഴിച്ചുവിട്ടപ്പോൾ നാട്ടുകാരും ഓടി വന്നില്ല. പക്ഷേ ചപ്പേക്കർ സഹോദരന്മാരും നമ്മൾ പറഞ്ഞ ആ തീവ്രവാദ ഗ്രൂപ്പും ഓടി വന്നു. അവർ പ്ലാൻ ചെയ്ത് ആ ഉദ്യോഗസ്ഥനെയും അദ്ദേഹത്തിൻ്റെ സഹായിയെയും വെടിവെച്ചു കൊന്നു. ബ്രിട്ടീഷുകാർ പൊടുന്നൊരു അന്വേഷണം നടത്തിയപ്പോൾ തന്നെ ആരാണ് ചെയ്തത് എന്ന് പിടികിട്ടി. അവർ ഈ ചപ്പേക്കർ സഹോദരന്മാരെ പിടിച്ച് വിചാരണ ചെയ്തു. ഇന്ത്യൻ പീനൽ കോഡ് 302 പ്രകാരം അവരുടെ മേൽ കൊലക്കുറ്റം ചുമത്തി 1898 99 3 സഹോദരന്മാരെ തൂക്കിലിട്ടി. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ നടക്കുന്ന ഏറ്റവും അതിപ്രധാനമായ ഒരു സംഭവമാണ്. ഇന്ത്യയുടെ 2000 വർഷത്തെ ചരിത്രത്തിൽ ഒരു കുറ്റത്തിന് ശിക്ഷയായി ഒരു ബ്രാഹ്മണൻ തൂക്കിലേറ്റപ്പെടുക എന്നത് ചരിത്രത്തിൽ തന്നെ ഇല്ലാത്തതാണ്. ബ്രാഹ്മണനെ മറ്റുള്ള മനുഷ്യരുമായി ഒരുപോലെ കാണുക എന്ന് പറയുന്നത് തന്നെ ഭാരതീയ സംസ്കാരത്തിന് എതിരാണ്. അത്രയ്ക്കും ഉന്നതമായിരുന്നു ബ്രാഹ്മണൻ്റെ സ്ഥാനം. ബ്രിട്ടീഷുകാർ ആ പാരമ്പര്യത്തെയാണ് തകർത്തത്. ഈ സമയത്ത് വിനായക് സവർക്കർക്ക് 15-16 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ചേട്ടൻ
ബാബുറാവു സവർക്കർക്ക് 20-21 വയസ്സ്. അവരൊക്കെ വളരുന്നത് ഈ കഥകൾ കേട്ടിട്ടാണ്. പക്ഷെ ചേട്ടൻ കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങളുള്ള മനുഷ്യനായിരുന്നു. സവർക്കറുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തിയത് ഈ ചേട്ടനാണ്. ചപ്പേക്കർ സഹോദരന്മാരെ തൂക്കിക്കൊന്ന 1899 തന്നെ ഈ ചേട്ടൻ സവർക്കറും അനുജൻ സവർക്കറും കൂടി മിത്രമേള എന്ന ഒരു തീവ്രവാദ സംഘടന ഉണ്ടാക്കി. അതിനോട് ആളുകൾ നല്ല രീതിയിൽ സഹകരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവർ 1904 അഭിനവ് ഭാരത് എന്നതിൻ്റെ പേര് മാറ്റി. ലക്ഷ്യം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ വിപ്ലവം. ബാബുറാവു സവർക്കർ എന്ന സവർക്കറിൻ്റെ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഭാരതം ബ്രാഹ്മണൻ്റേതാണ്, ബ്രാഹ്മണൻ ബ്രഹ്മമാണ്, അത് ഭരിക്കാനുള്ള അർഹത ബ്രിട്ടീഷുകാർക്കില്ല. പിന്നെങ്ങനെ അവർ ഭാരതത്തിൽ ബ്രാഹ്മണനുണ്ടാക്കിയ ആചാരങ്ങളിലൊക്കെ കയറി ഇടപെടുന്നു? ഈ ബാബുറാവു സവർക്കർ നല്ല ഒരു കലാകാരനായിരുന്നു, സാഹിത്യകാരനായിരുന്നു. അദ്ദേഹം ഈ ലഘു അഭിനവ് ഭാരത് മാല എന്ന ഒരു കവിതാ പുസ്തകം തന്നെ എഴുതി ബ്രിട്ടീഷുകാർക്കെതിരെ പ്രൊപ്പഗൻഡയായി എഴുതി. പിന്നെ ഇടയിൽ കൂടെ കുറച്ച് ബോംബ് നിർമ്മാണവും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിൽ രാജ്യദ്രോഹം കണ്ടെത്തി. ഇന്നത്തെ സർക്കാരിനെ വിമർശിക്കുന്ന വ്യക്തികളെ എങ്ങനെയാണോ മോദിയും അമിത്ഷായും രാജ്യദ്രോഹ കേസിൽ പെടുത്തുന്നത്, അതേപോലെ ഇവർക്കെതിരെ കേസെടുത്തു, വിചാരണ ചെയ്തു. അങ്ങനെ സവർക്കറുടെ ചേട്ടനെ 1909 ആൻഡമാനിലേക്ക് നാടുകടത്തി. അനിയൻ VD സവർക്കർ, നമ്മളെല്ലാവരും അറിയുന്ന വീർ സവർക്കർ, ഈ സമയം ലണ്ടനിലാണ്. 1906 പുള്ളി ഒരു സ്കോളർഷിപ്പ് കിട്ടി അവിടെ നിയമം പഠിക്കാൻ പോയതാണ്. ചേട്ടനെ ആൻഡമാനിലേക്ക് വിട്ടതെറിഞ്ഞ ആ അനിയൻ പുള്ളിയെ പൊടുന്നനെ അന്വേഷിച്ചു, ആരാണ് ഈ ക്രൂരതയ്ക്ക് പിറകിൽ? ജാക്സൺ എന്ന ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനാണ്. ആരാണ് ഈ ജാക്സൺ? ഇന്ത്യൻ സംസ്കാരത്തോട് ആദരവുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. സംസ്കൃതവും പേർഷ്യനും നന്നായി അറിയാം. മാത്രമല്ല മറാത്ത ഭാഷയും പഠിച്ച് ആ ഭാഷയിൽ പുസ്തകം എഴുതി മറാത്തികളുടെ ഹൃദയം കവർന്ന ഒരു കക്ഷിയാണ്, നേരും നിറവുമുള്ള കക്ഷിയാണ്. പക്ഷേ ചിൽപ്പാവൻ ബ്രാഹ്മണൻ്റെ വിപ്ലവ സംഘടനയ്ക്ക്, അതായത് ഈ അഭിനവ് ഭാരതിന് പുള്ളിയെ ഇഷ്ടമായിരുന്നില്ല. കാരണം ഒരു ലോക്കൽ മെമ്മറി അനുസരിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നാസിക് ജില്ലയിലെ താഴ്ന്ന ജാതിക്കാരുടെ ആവശ്യങ്ങൾക്ക് പലപ്പോഴും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഉദാഹരണമായി നാസിക്കിലെ പ്രധാന ക്ഷേത്രത്തിൽ എല്ലാവരെയും പ്രവേശിപ്പിക്കണം എന്ന ആവശ്യത്തോട് അദ്ദേഹം യെസ് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അഭിനവ് ഭാരത് പറഞ്ഞു, ഇതിനൊന്നും ബ്രിട്ടീഷുകാർക്ക് അർഹതയില്ല. മാത്രമല്ല ഇപ്പോഴിതാ ഒരു ബ്രാഹ്മണനെ ആൻഡമാനിലേക്ക് മരിക്കാൻ വേണ്ടി വിട്ടിരിക്കുന്നു, ഇത് ക്ഷമിക്കാൻ കഴിയില്ല. ഇയാളെ വധിച്ചാൽ അതൊരു പക്ഷേ ഇന്ത്യയിൽ ഒരു ആഭ്യന്തര കലാപം തന്നെ സൃഷ്ടിച്ചേക്കാം. അതുവഴി ഒരു പക്ഷേ നമുക്ക് ഈ ഗ്യാപ്പിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കാൻ കഴിയും. എങ്കിൽ അങ്ങനെ ആകട്ടെ. സവർക്കർ ലണ്ടനിൽ നിന്ന് കുറേ ബ്രൗണിംഗ് പിസ്റ്റളുകൾ, തോക്കുകൾ രഹസ്യമായി ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചു. ഫാൾസ് ബോട്ടം ബോക്സ്, രഹസ്യ അറയുള്ള പെട്ടികളിൽ ഒളിപ്പിച്ച് അതീവ രഹസ്യമായി ആ തോക്കുകൾ കൃത്യമായി അഭിനവ് ഭാരതിലെത്തി. ആ തോക്ക് ഉപയോഗിച്ച് ജാക്സനെ കൊല്ലാൻ 3 ചിൽപ്പാവൻ ബോയ്സിനെ സവർക്കർ പ്രേരിപ്പിച്ചു. അനന്ത് ലക്ഷ്മൺ കൻഹറെ, കൃഷ്ണജി ഗോപാൽ കർവെ, വിനായക് നാരായണൻ ദേശ്പാണ്ഡെ. അതിൽ അനന്ത് ലക്ഷ്മൺ കൻഹറെ അദ്ദേഹത്തെ നിറയൊഴിച്ച് കൊലപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷം കൻഹരയോട് പറഞ്ഞിരുന്നത് സ്വയം വെടിവെച്ചു മരിക്കാനായിരുന്നു. പക്ഷെ അതിനൊന്നും നേരം കിട്ടിയില്ല. കൻഹരയെ പിടിച്ചു, മറ്റ് 2 പേരെ കൂടി പിടിച്ചു. 3 പേരെയും ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നു. സൂത്രധാരൻ എന്ന രീതിയിൽ സവർക്കറും പെട്ടു. ഈ കേസിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ആൻഡമാനിലേക്ക് നാട് കടത്തുന്നത്. 2 ജീവപര്യന്തം വരെ, ഇരട്ട ജീവപര്യം, 50 വർഷമായിരുന്നു അദ്ദേഹം ആൻഡമാനിൽ കഷ്ടപ്പെടേണ്ടത്. സ്വന്തം ചേട്ടന് വേണ്ടി പ്രതികാരം ചെയ്തതിനെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അക്കൗണ്ടിൽ ചേർക്കുന്നത് ന്യായമാണോ എന്ന് നമ്മൾ കേൾക്കുന്നവരാണ് ചിന്തിക്കേണ്ടത്. സത്യത്തിൽ ഈ ആൻഡമാനിലേക്കുള്ള ശിക്ഷ, ഈ ഒരു പരിണതി സവർക്കർ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല, പ്രതീക്ഷിച്ചിരുന്നില്ല. പഴുതടച്ചായിരുന്നു അദ്ദേഹം പ്ലാൻ ചെയ്തത്. പക്ഷേ പിടിവിട്ടുപോയി. ആൻഡമാൻ അദ്ദേഹത്തെ ശരിക്കും തളർത്തിക്കളഞ്ഞു. അവിടുത്തെ അതികഠിനമായ സാഹചര്യങ്ങൾ, 4 ചുറ്റും കടലാണ്, എവിടേക്കാ പോവുക, ജയിലിൽ ചാടാൻ പോലും പറ്റില്ല.
ക്രൂരരായ ജയിലർമാരാണ്. പുള്ളിയുടെ ആവേശവും വാശിയുമൊക്കെ ചോർന്നു പോയി. ആ സമയത്ത് അവിടെ ഒരു നരാധമനായ ജയിൽ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. കഷ്ടകാലത്തിന് അദ്ദേഹം ഒരു മുസ്ലിമുമായിരുന്നു. സവർക്കറുടെ പിൽക്കാല മുസ്ലിം വിരോധമൊക്കെ അയാളാണ് നിർണയിച്ചത്. ആൻഡമാനിലെ ആദ്യത്തെ 2-3 വർഷങ്ങളിൽ സവർക്കർ വളരെ ബുദ്ധിമുട്ടി. കഠിനമായിരുന്നു. വിറക് വെട്ടലും ചക്കിൽ എണ്ണയാട്ടലുമായിരുന്നു. കാള ചെയ്യുന്ന പണി, കാള ഇങ്ങനെ വട്ടം കറക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ആ പണി തടവുകാരെ കൊണ്ട് ചെയ്യിച്ചു. കേരളത്തിലെ ബ്രാഹ്മണർ താഴ്ന്ന ജാതിക്കാരെ കൊണ്ട് ചെയ്യിച്ചിരുന്ന ഒരു ആചാരമായിരുന്നു ഇത്. എന്തിന്? തുഞ്ചത്ത് എഴുത്തച്ഛനെ കൊണ്ടുവരെ ഈ പണി ഇവിടെ ചെയ്യിച്ചിട്ടുണ്ട്. 1-2 ദിവസമല്ല, ദീർഘകാലം. അക്കാലത്ത് തിരൂരിനടുത്തുള്ള അമ്പലങ്ങളിൽ തിരി തെളിയിച്ചിരുന്നത് എഴുത്തച്ഛൻ ആട്ടിയ എണ്ണ കൊണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നതല്ല, അദ്ദേഹത്തിൻ്റെ പിൻതലമുറയിൽപ്പെട്ട എഴുത്തുകാരനായ സി രാധാകൃഷ്ണൻ പറയുന്നതാണ്. അപ്പോൾ കേരളത്തിലെ ബ്രാഹ്മണർ താഴ്ന്ന ജാതിക്കാരെ കൊണ്ട് ചെയ്യിച്ചിരുന്നതാണ് ബ്രിട്ടീഷുകാർ ജാതി നോക്കാതെ ആ ചിൽപ്പാവൻ ബ്രാഹ്മണനെ കൊണ്ട് ചെയ്യിച്ചത്. സവർക്കർക്ക് ഇത് സഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. തീവ്രവാദത്തെ പറ്റിയുള്ള പുള്ളിയുടെ കോൺസെപ്റ്റൊക്കെ മാറാൻ തുടങ്ങി. ഒരു തീവ്രമായ ആശയം മുറുകെ പിടിച്ചാൽ എന്തും സഹിക്കാൻ കഴിയുമെന്ന അദ്ദേഹത്തിൻ്റെ ധാരണ കാറ്റിൽ പറന്നു. അങ്ങനെയാണ് സവർക്കർ ബ്രിട്ടീഷുകാരോട് മാപ്പ് പറയാൻ ആരംഭിക്കുന്നത്. അവരെ കാണുമ്പോൾ മാപ്പ് എന്ന് പറഞ്ഞ് വെറുതെ അവസാനിപ്പിക്കുകയായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, ആരും അറിയുമായിരുന്നില്ല. പക്ഷേ ഇത് എഴുതി കൊടുക്കുകയായിരുന്നു. 6 മാപ്പുകൾ എഴുതി കൊടുത്തു. ഈ മാപ്പയക്കൽ സ്ഥിരമായി. ബ്രിട്ടീഷുകാരെ അവസാനത്തെ കത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഇനി ബ്രിട്ടീഷുകാരെ പറ്റി ഞാനൊരു വാക്കുമിണ്ടില്ല, അവരുടെ ഏജൻ്റായി പ്രവർത്തിച്ചുകൊണ്ട് മറ്റ് വിപ്ലവകാരികളെ നേർവഴിക്ക് ഞാൻ നയിച്ചോളാം എന്ന് വരെ ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹം എഴുതി കൊടുത്തു. ഈ മാപ്പപേക്ഷ വായിച്ച് ബോറടിച്ചിട്ടാണോ എന്നറിയില്ല, 10 വർഷം 1921 സവർക്കറെ നാട്ടിലെ ജയിലിലേക്ക് മാറ്റി. രത്നഗിരി ജയിലിലേക്കാണ് അദ്ദേഹം പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ നാട്ടുകാരൊന്നും ആ കാലത്ത്, ഇന്നാണ് പലരും ഈ കത്തുകളൊക്കെ പുറത്തു വന്ന് കണ്ടു തുടങ്ങിയത്, ആ കാലത്ത് ആരും ഇതറിയുന്നില്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം 2 ബ്രിട്ടീഷുകാരെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയ ധീരനാണ് സവർക്കർ, വീരനാണ് സവർക്കർ. പോരാത്തതിന് കാലാപാനിയിൽ കഠിന തടവ് അനുഭവിച്ച ആള്. ബ്രാഹ്മണർ അദ്ദേഹത്തെ പുകഴ്ത്തി വീർ സവർക്കർ എന്ന് വിളിക്കാൻ തുടങ്ങി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു എളിയ ബുദ്ധി വെച്ച് ചിന്തിക്കുമ്പോൾ ശത്രുവിനോട് പടവെട്ടി മരിക്കുന്നവനാണ് ധീരന്മാർ. തൂക്കിലേറ്റപ്പെട്ട ചപ്പേക്കർ സഹോദരന്മാർ വീരന്മാർ തന്നെയാണ്. തൂക്കിലേറ്റപ്പെട്ട കർക്കരെയും വിനായക് ദേശ്പാണ്ഡെയും വീരന്മാർ തന്നെയാണ്. ഫാഡ്കെയും ഭഗവത് സിംഗും ആരോമൽ ചേകവരും ഉത്തം സിംഗും ഒക്കെ ധീരന്മാർ തന്നെയാണ്. പക്ഷേ നോർത്ത് ഇന്ത്യക്കാർക്ക് അവരല്ല ധീരന്മാർ. ശത്രുവിനോട് ഭയന്ന് ദയക്കി അയച്ചവരാണ് ശരിക്കും ധീരന്മാർ. അങ്ങനെയാണ് സവർക്കർ വീരസവർക്കർ ആയി മാറിയത്. സവർക്കർ ആൻഡമാനിൽ പോയി 4 വർഷം കഴിഞ്ഞപ്പോഴാണ് ഗാന്ധി ഇന്ത്യയിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. 1915 ജനുവരി 9 ഗാന്ധി ഇന്ത്യയിൽ ലാൻഡ് ചെയ്തപ്പോൾ എന്താ ഇവിടെ കാണുന്നത്? ഇവിടുത്തെ ബ്രാഹ്മൺ ബോയ്സിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഗൂഢാലോചനകൾ, അന്നത്തെ ഒരു ഹമാസ് മോഡൽ പ്രവർത്തനങ്ങൾ, കോൺഗ്രസ് എന്ന സംഘടനയിൽ പോലും തിലകനെ പോലുള്ളവരുടെ ബ്രാഹ്മണിക് ആശയങ്ങളാണ് നിൽക്കുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെ പോലുള്ള പുരോഗമനകാരികളെല്ലാം ഒതുങ്ങി ഒരു മൂലയിൽ കുത്തി ഇരിപ്പാണ്, മിണ്ടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഗാന്ധിയുടെ ഫസ്റ്റ് ടാസ്ക് തന്നെ ആക്രമം നിർത്തിക്കുക എന്നതായിരുന്നു. ബ്രാഹ്മൺ ബോയ്സിനോട് അദ്ദേഹം കത്തി താഴെയിടാൻ പറയുക എന്നുള്ള കർമ്മമാണ് ആദ്യം ചെയ്തത്. ബോംബ് ഉപേക്ഷിക്കാൻ പറയുക. അദ്ദേഹം അഹിംസയിൽ മുറുകെ പിടിച്ചതിൻ്റെ ഒരു കാരണം തന്നെ ഇവരുടെ വഴിയല്ല ശരിയായ വഴി എന്ന് പ്രഖ്യാപിക്കാനായിരുന്നു. വെറുതെ പന്നിപ്പടക്കം പൊട്ടിച്ചിട്ടതുകൊണ്ടൊന്നും ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോവില്ല എന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാമായിരുന്നു. അതുപോലെ ഗാന്ധിയുടെ 2ാമത്തെ ടാസ്ക് കോൺഗ്രസ് ആയിരുന്നു. ബ്രാഹ്മൺസിൻ്റെ കയ്യിലായിരുന്ന കോൺഗ്രസിനെ സാധാരണ ജനങ്ങളുടെ പാർട്ടിയാക്കി മാറ്റണം. അതിന് ഏറ്റവും തടസ്സം ബ്രാഹ്മണ നേതാക്കൾ തന്നെയാണ്. അവർ ശുദ്ധിയും അശുദ്ധിയും പറഞ്ഞ് ആ പ്രസ്ഥാനത്തിന് ഒരു എലൈറ്റ് ക്ലാസ് പ്രസ്ഥാനമാക്കി നിലനിർത്തിയിരിക്കുകയാണ്. അതിലേക്ക് തൊട്ടുകൂടാത്തവനും തീണ്ടികൂടാത്തവനും വരണ്ടേ? അവരല്ലേ ഭൂരിപക്ഷം. അവർ വന്നാലല്ലേ ഇതൊരു ജനകീയ പ്രസ്ഥാനമായി മാറുകയുള്ളൂ. ഭാഗ്യത്തിന് 1920 തിലകൻ അന്തരിച്ചു.
പിന്നെയുള്ളത് മദൻ മോഹൻ മാളവ്യ എന്ന ചിൽപ്പാവനാണ്. പക്ഷേ തിലകൻ ഇല്ലാതെ അദ്ദേഹത്തിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഒരു വിപിൻ ചന്ദ്രപാലുണ്ട്, അദ്ദേഹം ബംഗാൾ കായസ്ഥനാണ്. അദ്ദേഹത്തിനും ഗാന്ധിയുടെ ജനപ്രീതിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ആനി ബെസൻ്റാണ്, അവർ വേറൊരു നാട്ടിൽ നിന്ന് ഇവിടെ വന്നവരാണ്, പക്ഷെ സീനിയർ നേതാവായിരുന്നു. അവർ പ്രോഗ്രസീവ് പേഴ്സൺ ആയിരുന്നു, അവർക്ക് ഗാന്ധിയെ പിന്തുണയ്ക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഗാന്ധിയുടെ ഒരു ജനപ്രീതിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഐത്തത്തെ തള്ളിപ്പറഞ്ഞതാണ്. ഇന്ന് നമുക്കതൊരു വലിയ കാര്യമായിട്ട് തോന്നില്ല, എന്നാൽ അതൊരു വലിയ കാര്യമായിരുന്നു അന്ന്. വെറുതെ തള്ളിപ്പറഞ്ഞാൽ മാത്രം ആളുകൾ വിശ്വസിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം കോട്ടും സൂട്ടും പറിച്ചെറിഞ്ഞ് അർദ്ധനഗ്നനായി അവരിൽ ഒരാളായി മാറി. ഈ ഐത്തജാതിക്കാരെ കൊണ്ട് ബ്രിട്ടീഷുകാരെ തള്ളിപ്പറയിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇന്ത്യയിലെ ഐത്തജാതിക്കാരെ മനുഷ്യരായി ആദ്യമായി അംഗീകരിച്ച അധികാരികൾ ബ്രിട്ടീഷുകാരായിരുന്നു. അവരെ ജാതി നോക്കാതെ ജോലിക്ക് വെച്ചത്, അവരെ ജാതി നോക്കാതെ സ്കൂളിൽ കയറ്റിയത്, ജാതി നോക്കാതെ നിയമവ്യവസ്ഥ ഉണ്ടാക്കിയത്, സത്യത്തിൽ അവർക്ക് നീതി നൽകിയത്, നീതി കിട്ടിയത് ബ്രിട്ടീഷുകാരിൽ നിന്നും മാത്രമായിരുന്നു. ഇത് തെളിയിക്കാൻ ശ്രീനാരായണ ഗുരു മുതൽ അംബേദ്കർ വരെയുള്ള ഐത്തജാതിക്കാരുടെ സത്യപ്രസ്താവനകൾ ഈ നാട്ടിലുണ്ട്. ശ്രീനാരായണ ഗുരു തുറന്നടിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് സന്യസിക്കാൻ പറ്റിയത് ബ്രിട്ടീഷുകാർ ഭരിച്ചത് കൊണ്ടാണ്. ഹിന്ദുക്കൾ സനാതനധർമ്മം നോക്കി ഭരിക്കുന്നത് കൊണ്ട് ഞാൻ സന്യസിക്കാൻ പോയാൽ അവർ ശൂദ്രൻ്റെ വരെ തലവെട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും വലിയ ടാസ്ക് എന്താണ്? നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട ഭരണാധികാരികളെ നിങ്ങളെക്കൊണ്ട് തന്നെ തള്ളിപ്പറയിക്കുക. നമുക്ക് ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾക്കെതിരെ നമ്മളെ തിരിക്കുക. ഗാന്ധി എത്രമാത്രം പാടുപെട്ടിട്ടുണ്ടാവുമെന്ന് നമ്മൾ ഊഹിച്ചാൽ മതി. പക്ഷെ ഗാന്ധി അതിൽ വിജയിച്ചു. ഇതാണ് ഗാന്ധി തരണം ചെയ്ത ഏറ്റവും വലിയ ഹിമാലയം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫൈൻഡിങ്സ്. കാരണം ബ്രിട്ടീഷുകാർ പോയി ബ്രാഹ്മണർ വന്നാൽ വീണ്ടും വർണ്ണാശ്രമം നാടുഭരിക്കും. ദളിതർ ചൂല് കഴുത്തിൽ കെട്ടി നടക്കേണ്ടി വരും. ആദിവാസി മൺകുടുക്ക കയ്യിൽ പിടിച്ച് നടക്കേണ്ടി വരും. ഈഴവൻ 36 അടി അകലെ നടക്കേണ്ടി വരും. ഇസ്ലാമും ക്രിസ്ത്യാനിയും അവകാശങ്ങൾ ഒന്നുമില്ലാതെ രണ്ടാം തരം പൗരന്മാരായി ജീവിക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടാകില്ല എന്ന ഉറപ്പാണ് ഗാന്ധി ജനങ്ങൾക്ക് കൊടുത്തത്. അങ്ങനെ ആ ഉറപ്പിലാണ് അദ്ദേഹം ജനങ്ങളെ സ്വാധീനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഗീതയുണ്ടായിരുന്നു, മറ്റേ കയ്യിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഖുറാനും ഉണ്ടായിരുന്നു. ഒറിജിനൽ ഗീത എന്ന് പറയുന്നത് ഹിംസയാണ്, എന്നാൽ ഗാന്ധിയുടെ ഗീത അഹിംസയാണ്. ഭഗവാൻ ശരിക്കും ഉണ്ടായിരുന്നെങ്കിൽ ചക്രായുധം കൊണ്ട് ഗാന്ധിയെ അന്ന് തന്നെ കൊന്നേനെ. ഇതുപോലെയൊക്കെ വ്യാഖ്യാനിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ച്. ഇവിടെ മുഹമ്മദ് വായിൽ വിരൽ ഇട്ടാ കടിക്കാത്ത ഒരു മുഹമ്മദായിരുന്നു. പക്ഷേ മുഹമ്മദ് 27 യുദ്ധങ്ങൾ ഡയറക്റ്റ് നടത്തിയിട്ടുണ്ട്, 80 യുദ്ധങ്ങൾക്ക് കാരണക്കാരനായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഗാന്ധിയുടെ ഖുറാനും ഗീതയും? സത്യത്തിൽ പല മതങ്ങളും ചെയ്യേണ്ട കാര്യമാണ് ഗാന്ധി ചെയ്തത്. അവരുടെ പുണ്യപുസ്തകങ്ങളിലുള്ള സ്ത്രീവിരുദ്ധമായ തുല്യത എന്ന ആധുനിക സങ്കല്പത്തിന് വിരുദ്ധമായ, അഹിംസയ്ക്കും സമാധാനത്തിനും വിരുദ്ധമായ, കീഴാള വിരുദ്ധമായ എല്ലാറ്റിനെയും എഡിറ്റ് ചെയ്ത് കളഞ്ഞ് നല്ലത് മാത്രം എടുക്കുക. അപ്പോൾ അതിൽ നിന്നും എടുക്കാൻ ഒന്നും ഉണ്ടാകില്ല. എങ്കിലും എന്തോ ഉണ്ടെന്ന് പറയുക, അതിനെ വ്യാഖ്യാനിക്കുക. അതാണ് ഗാന്ധി ചെയ്തത്. ഇതൊന്നും പോരാതെ അദ്ദേഹം സ്വീകരിച്ച ദരിദ്ര കർഷകൻ്റെ അർദ്ധനഗ്ന വേഷം, സത്യത്തോടുള്ള കൂറും നെറിവും, ഇതൊക്കെ കണ്ടപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരനായ വിശ്വാസിക്ക് ഉറപ്പായും തോന്നി, കോൺഗ്രസിനെ ഒരിക്കലും ബ്രാഹ്മണിസം വിഴുങ്ങില്ല. ഈ ഒരു വിശ്വാസം ബഹുജനങ്ങളിൽ ഉണ്ടായപ്പോഴാണ് കോൺഗ്രസ് ഒരു ബഹുജന പ്രസ്ഥാനമായി മാറിയത്. തുടർന്ന് ത്യാഗധർഭരമായ ജീവിതം അദ്ദേഹത്തിന് നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. നിരാഹാരങ്ങൾ, സത്യാഗ്രഹങ്ങളിൽ, അതിലൂടെ ഗാന്ധി ഓരോ ഇന്ത്യക്കാരനെയും ബ്രിട്ടീഷുകാരിൽ നിന്ന് അകറ്റി. ഗാന്ധിയുടെ പിന്നിൽ ആള് കൂടിയതോടെ ചിൽപ്പാവൻ ബ്രാഹ്മണർക്ക് ഒരു കാര്യം മനസ്സിലായി, കോൺഗ്രസും ദേശീയ പ്രസ്ഥാനവും കയ്യിൽ നിന്ന് പോയി. ഇനി ആ വഴി പോയാൽ ബ്രാഹ്മണാധിപത്യം തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല, അതിന് വേറെ പണി നോക്കണം. മഹാരാഷ്ട്രയിൽ ഒരു ഇവരെക്കാളും കൂടിയ ഒരു ബ്രാഹ്മണരുണ്ട്, അവരാണ് ദേശസ്ഥ ബ്രാഹ്മണർ. ഈ ദേശസ്ഥ ബ്രാഹ്മണിൽ ഏറ്റവും പ്രശസ്തനായ ഒരാളായിരുന്നു ഡോക്ടർ BS മൂച്ചെ. മെഡിക്കൽ ബിരുദമുണ്ട്, പക്ഷേ പണിക്ക് പോയില്ല. പുള്ളിയുടെ ലക്ഷ്യം ബ്രാഹ്മണാധിപത്യം ആയിരുന്നു. അദ്ദേഹം പണം ചെലവിട്ട് പഠിപ്പിച്ച
ഒരു ശിഷ്യൻ പുള്ളിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ KB ഖഡ്ഗവാർ എന്നായിരുന്നു. അപ്പോഴേക്കും 1920-25 ആയപ്പോഴേക്കും അവരുടെ സുഹൃത്തായ സവർക്കറുടെ ചേട്ടൻ ആൻഡമാൻ ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചു വന്നു, ബബറാവു. പിന്നെ അതുപോലെ തന്നെ മറ്റ് 2 സുഹൃത്തുക്കളായ LV പരഞ്ജപ്, ഡോക്ടർ തോൽക്കർ, ഇവരൊക്കെ കോൺഗ്രസ് കയ്യിൽ നിന്ന് പോയതിൽ ദുഃഖിതരായിരുന്നു. അപ്പോൾ അവർ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിച്ചു, കോൺഗ്രസ് കയ്യിൽ നിന്ന് പോയി, ഹിന്ദു മഹാസഭയിലെ പലരും കോൺഗ്രസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആയതിനാൽ ഗാന്ധിസത്തിൽ നിന്നും ഹിന്ദു സമൂഹത്തെ മോചിപ്പിക്കാൻ ഒരു സംഘടന വേണം. സവർക്കർ ഹിന്ദുത്വ എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ട്രൂ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഹിന്ദുക്കളെ സൈനികവൽക്കരിക്കാൻ കെൽപ്പുള്ള ഒരു പ്രസ്ഥാനം നമുക്കുണ്ടാക്കണം. ഈ തോട്ട് മൂത്ത് പഴുത്ത് പാകമായതാണ് 1925. ഇന്നേക്ക് 100 വർഷം മുമ്പുള്ള ഒരു വിജയദശമി ദിവസത്തിൽ ഡോക്ടർ KB ഖഡ്ഗവാർ പുതിയ ഒരു സംഘടനയുടെ പ്രഖ്യാപനം നടത്തി. അതാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അഥവാ RSS. നാഥുറാം ഗോഡ്സെക്ക് അപ്പോൾ 15 വയസ്സേ ഉള്ളൂ. 1910 ഗോഡ്സെ ചിൽപ്പാവൻ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുന്നത്. അനുജൻ ഗോപാൽ ഗോഡ്സെ 9 വയസ്സ് ഇളയതാണ്, അവൻ 6 വയസ്സേ ഉള്ളൂ. മറ്റൊരു ചിൽപ്പാവൻ ബ്രാഹ്മണനായ നാരായണൻ ആപ്തയ്ക്ക് വയസ്സ് 14, വിഷ്ണു കരാക്കർക്ക് വയസ്സ് 15. ഈ 4 ബ്രാഹ്മണരും RSSകാരാകുന്നതിന് മുമ്പ് സവർക്കറുടെ ആരാധകരായി മാറി. ഇതിൽ നാഥുറാം ഗോഡ്സെ പറ്റി പറയുകയാണെങ്കിൽ, ഗോഡ്സെ ചെറുപ്പത്തിലെ ഒരു മരമണ്ടനായിരുന്നു. SLC വരെ തോറ്റ് തുന്നം പാടിയ ഒരു വകയ്ക്ക് കൊള്ളാത്ത ഒരു കടയിട്ട് തുന്നൽപ്പണി പുള്ളി ചെയ്തു നോക്കി. ഒരു ചിൽപ്പാവൻ ബ്രാഹ്മണന് പറ്റിയ പണിയാണോ തുന്നൽ? ഈ ഇൻഫീരിയോറിറ്റി വർക്ക് ചെയ്ത് പുള്ളിക്ക് അതും ഗുണം ചെയ്തില്ല. പുള്ളിയുടെ അച്ഛൻ രത്നഗിരി ജില്ലയിൽ സ്ഥലം മാറ്റം കിട്ടി ചെന്നപ്പോൾ അവിടെ സവർക്കർ വീട്ടുതടങ്കലിൽ കഴിയുകയാണ്. സവർക്കർ ബ്രിട്ടീഷുകാരുടെ കാല് പിടിച്ചാണ് ആൻഡമാനിലെ 50 വർഷത്തെ ശിക്ഷ 10 വർഷമാക്കി കുറച്ചത്. അങ്ങനെയാണ് രത്നഗിരിയിലെ വീട്ടിൽ വന്ന് കഴിയുന്നത് എന്നൊന്നും അവിടുത്തെ ആർക്കും അറിയില്ല. അതുകൊണ്ട് സവർക്കറെ പറ്റി നാട്ടിലൊക്കെ ഭയങ്കര പ്രൊപ്പഗൻഡ ആയിരുന്നു. ഗോഡ്സെ ആ പ്രൊപ്പഗൻഡയിൽ പെട്ടു. 1929 സവർക്കറെ പോയി കണ്ട് ശിഷ്യപ്പെട്ടു. സവർക്കർക്ക് ഗോഡ്സെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഇവനൊരു കിഴങ്ങനാണ്, ഇവനെ തൻ്റെ ഗൂഢലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ ഗോഡ്സെ സവർക്കറുടെ നിത്യ സന്ദർശകനായി മാറി. പക്ഷെ അതുകൊണ്ട് ഗോഡ്സെക്ക് ഗുണമുണ്ടായി. സ്കൂളിൽ പണ്ട് 10ാം ക്ലാസ് തോറ്റ കക്ഷി സവർക്കറുടെ കൂടി ഇംഗ്ലീഷൊക്കെ പഠിച്ചു. അതാണ് ഇംഗ്ലീഷിൽ അദ്ദേഹം പുസ്തകം എഴുതിയത്. അപ്പോഴേക്ക് RSS എന്ന സംഘടന ബ്രാഹ്മണർക്കിടയിൽ പച്ച പിടിച്ച് തുടങ്ങിയിരുന്നു. ഗോഡ്സെ അതിൽ നേരെ പോയി ചേർന്നു. അതുകൊണ്ടും ഗോഡ്സെക്ക് ഗുണമുണ്ടായി. ഗോഡ്സെക്ക് തുന്നൽപ്പണി അറിയാലോ. RSSൻ്റെ യൂണിഫോം തുന്നിക്കൊടുത്ത് ചെറിയ വരുമാനം അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ പ്രത്യേകിച്ചൊരു ഗുണമുണ്ടായ ഒരാൾ തന്നെയാണ് RSS നിന്നുകൊണ്ട്. 1936 ആയപ്പോൾ സവർക്കറുടെ ശിക്ഷ അവസാനിച്ചു. ഇനി എന്തും ചെയ്യാം, പുള്ളിക്ക് സ്വാതന്ത്ര്യം കിട്ടി. സവർക്കർ ഹിന്ദു മഹാസഭയുടെ നേതാവായി. ഗോഡ്സെ നേരെ ഹിന്ദു മഹാസഭയിലേക്ക് പോയി. പക്ഷേ ഒരു പ്രശ്നം, ഹിന്ദു മഹാസഭയിൽ സകല സവർണ ജാതിക്കാരുമുണ്ട്. RSSലും ഇതുപോലെ ബ്രാഹ്മണരും മറ്റുള്ള ജാതിക്കാരുമാണ്. ചിൽപ്പാവൻ ബ്രാഹ്മണർക്കും മാത്രമായി ഒരു ഭീകര രഹസ്യ സംഘടന വേണം. അങ്ങനെയാണ് ഗോഡ്സെ ഹിന്ദു രാഷ്ട്രദൾ എന്ന സംഘടന ഉണ്ടാക്കുന്നത്. ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാനുള്ള പുതിയ സംഘടന. അതിലാണ് പിന്നീട് ഗാന്ധിയെ കൊല്ലാൻ പ്ലാൻ ചെയ്ത നമ്മൾ മുമ്പ് സൂചിപ്പിച്ച 3 പേരും പ്രവർത്തിച്ചിരുന്നത്. വിഷ്ണു കർക്കറെ ഒരു ദേശസ്ഥ ബ്രാഹ്മണൻ ആയിരുന്നതിനാൽ അതിൽ ഉണ്ടായിരുന്നില്ല. നാഥുറാം ഗോഡ്സെ, അനുജൻ ഗോപാൽ ഗോഡ്സെ, നാരായണൻ ആപ്തെ, വിഷ്ണു കരാക്കറെ. സവർക്കറിൽ നിന്നാണ് ഗാന്ധിയോടുള്ള വെറുപ്പ് ഇവരിലേക്ക് പകരുന്നത്. ഗാന്ധി ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇന്ത്യ ബ്രാഹ്മണന് കിട്ടാൻ പോകുന്നില്ല എന്ന തോട്ട് ഇവർ കുത്തിവെച്ചത് സവർക്കർ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സവർക്കറിൻ്റെ ചരിത്രം തന്നെ അതാണ്. ഒന്നും സ്വയം ചെയ്യില്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കും. ലണ്ടനിൽ ചെന്നു. അവിടെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊല്ലാനായി ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തി. മദൻലാൽ ദിഗ്ര, ഒരു പാവ ചെറുപ്പക്കാരൻ. അവൻ്റെ കയ്യിൽ തോക്ക് വെച്ചു കൊടുത്ത് പറഞ്ഞു, കൊല്ലാതെ വന്നാൽ നിന്റെ മുഖം എനിക്ക് കാണണ്ട. ആ പയ്യൻ ബ്രിട്ടീഷുകാരനെ കൊന്ന് തൂക്കിലേറി. സവർക്കറുടെ ചേട്ടൻ ശിക്ഷിക്കപ്പെട്ട് ആൻഡമാനിൽ പോയി എന്നറിഞ്ഞപ്പോൾ അതിന് കാരണക്കാരനായി ഉദ്യോഗസ്ഥനെ കൊല്ലാനായി സവർക്കർ 3 ചിൽപ്പാവൻ ചെറുപ്പക്കാരെ കണ്ടെത്തി. അവർ ആ ഉദ്യോഗസ്ഥനെ കൊന്നു. 3 പേരും തൂക്കിലേറി.
പക്ഷേ ആ കേസിൽ സവർക്കർ പെട്ടു. നീണ്ട 10 വർഷം ആൻഡമാനിൽ അദ്ദേഹത്തിന് കഴിയേണ്ടി വന്നു. പ്ലാനിങ്ങിൽ സംഭവിച്ച പിഴവാണത്. അദ്ദേഹം ശരിക്കും കപ്പലിൽ നിന്ന് എടുത്തു ചാടി ഫ്രാൻസിലേക്ക് നീന്തിയ ആളാണ് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ. പക്ഷേ അവിടെ വെച്ചും പിടികൂടി. പിന്നെ 38 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു മഞ്ഞുകാലത്ത് ഗാന്ധിയെ കൊല്ലാനായി വന്ന ഗോഡ്സെ അടക്കമുള്ള ചെറുപ്പക്കാരും അനുഗ്രഹം വാങ്ങാൻ പോയത് സവർക്കറുടെ വീട്ടിലേക്ക് തന്നെയാണ് എന്ന് നമുക്കറിയാം. ഈ അടുത്ത് മലഗാവ് സ്ഫോടനം എന്ന ഒരു ഭയങ്കര തീവ്രവാദ ആക്രമണം നടത്തിയ ഒരു ഹിന്ദുത്വ ഗ്രൂപ്പുണ്ട്. അവർക്കും ചിൽപ്പാവൻ ബന്ധം ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാം. അവരുടെ തീവ്രവാദ സംഘടനയ്ക്ക് അവർ കൊടുത്ത പേര് അഭിനവ് ഭാരത് എന്നായിരുന്നു. 135 കൊല്ലം മുമ്പ് സവർക്കർ അവരുടെ സംഘടനയ്ക്കിട്ട പേരാണ് ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് കോടതി വെറുതെ വിട്ട ഈ മലഗാവ് സ്ഫോടനം നടത്തിയ ചിൽപ്പാവൻ ടീമിനും ഉള്ളത്. അപ്പോൾ നമ്മൾ ചിൽപ്പാവൻ ബ്രാഹ്മണരുടെ ചരിത്രം പഠിക്കുമ്പോൾ അവരിൽ ത്യാഗസന്നദ്ധതയും ധീരതയും കാണാം. എന്നാൽ സവർക്കർ ധീരനോ വീരനോ ആയിരുന്നില്ല. അദ്ദേഹം വൈരാഗ്യബുദ്ധി കാത്തുസൂക്ഷിച്ച ഒരു സാധാരണ മനുഷ്യൻ മാത്രമായിരുന്നു. അദ്ദേഹത്തിന് പീഡനങ്ങൾ സഹിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. എന്നാൽ നാം പരാമർശിച്ച മറ്റെല്ലാ ചിൽപ്പാവൻ ബ്രാഹ്മണരും ധീരർ തന്നെയായിരുന്നു. ഗോഡ്സെ അടക്കം പുഞ്ചിരിച്ചുകൊണ്ട് അവർ കൊലക്കയർ ഏറ്റുവാങ്ങി. പക്ഷേ എന്തിന് എന്ന ഒരു ചോദ്യമുണ്ട്. എന്തിന്? സലിംകുമാറൊക്കെ ചോദിക്കുന്ന പോലെ എന്തിന്? ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്നാണ് ഉത്തരമെങ്കിൽ ആ സ്വാതന്ത്ര്യം എന്തിനു വേണ്ടി എന്ന ചോദ്യം കൂടി നമ്മൾ ചോദിക്കണം. ഇന്ത്യയിൽ ബ്രാഹ്മണന് മേധാവിത്വം ഉള്ള ഒരു രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവർ കഷ്ടപ്പെട്ടത്. അല്ലാതെ അധികാരം ജനങ്ങളിലേക്ക് എന്ന ഒരു ജനാധിപത്യ കോൺസെപ്റ്റ് ഇവർക്കുണ്ടായിരുന്നില്ല. ഇത് ഗാന്ധിയുടെ ഉദ്ദേശവുമായി ഒരു തരത്തിലും ചേരുന്നതല്ല. ജാതി മത ഭേദമന്യേ ഇന്ത്യക്കാർക്ക് അധികാരം കിട്ടുന്നതിന് വേണ്ടിയാണ് ഗാന്ധി കഷ്ടപ്പെട്ടത്. ഒരു ജനാധിപത്യ രാജ്യം ഇവിടെ ഉണ്ടാക്കുക, അതായിരുന്നു ഗാന്ധിയുടെ ഉദ്ദേശം. ഇവിടെയാണ് ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്, താല്പര്യങ്ങളിലെ വൈവിധ്യം. ഗാന്ധിയും ചിൽപ്പാവൻ ബ്രാഹ്മണന്മാരും തമ്മിൽ താല്പര്യങ്ങളിലെ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു. താല്പര്യങ്ങളിൽ വൈരുദ്ധ്യം വരുമ്പോൾ വെടിവെച്ച് കൊല്ലുക എന്നതായിരുന്നു ചിൽപ്പാവൻ ബ്രാഹ്മണന്മാരുടെ പാരമ്പര്യം. ആ പാരമ്പര്യം അവർ നിലനിർത്തി. ഗാന്ധി അവരുടെ കൈയാൽ വധിക്കപ്പെട്ടു. എന്നാൽ ഇതുകൊണ്ട് ചിൽപ്പാവൻ ബ്രാഹ്മണസിന് വല്ല പ്രയോജനവും ഉണ്ടായോ? കാൽക്കാശിന് പ്രയോജനമുണ്ടായില്ല. എന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഗാന്ധിയുടെ വധം വളരെയേറെ പ്രയോജനം ചെയ്തു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഗാന്ധിയെ കൊന്നില്ലായിരുന്നെങ്കിൽ 5-10 വർഷം കൊണ്ട് ഇന്ത്യയുടെ ഭരണം ഈ ബ്രാഹ്മണസിൻ്റെ കൈക്കൽ എത്തുമായിരുന്നു. എന്നാൽ ഗാന്ധിവധം അവരെ 70 വർഷം ഭരണത്തിൽ നിന്നും പുറത്തു നിർത്തി. ആ ഗ്യാപ്പിലാണ് ഇന്ത്യ വളർന്നത്. ഫുഡിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു. പട്ടിണി രാജ്യമായിരുന്ന ഇന്ത്യ ധാന്യങ്ങൾ കയറ്റി അയച്ചു. ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ, സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ ഇന്ത്യ ബഹുദൂരം ഈ 70 വർഷം കൊണ്ട് മുമ്പോട്ട് പോയി. 1991 പുത്തൻ സാമ്പത്തിക നയം കൂടി കൊണ്ടുവന്നപ്പോൾ വ്യാവസായികമായും ഇന്ത്യ വികസിച്ചു. അങ്ങനെ അത്ര എളുപ്പത്തിലൊന്നും ഇന്ത്യയെ ചാണകക്കുഴിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സ്ട്രോങ് പൊസിഷനിൽ ഇന്ത്യയെ എത്തിക്കാൻ ഈ 70 വർഷം ഈ ഗാന്ധിയുടെ വധം ഉപകരിക്കപ്പെട്ടു. ഇന്ത്യ ഇന്ന് ബ്രാഹ്മണിസത്തിൻ്റെ പിടിയിലാണ്. പക്ഷേ ഏത് പൊട്ടന്മാർ ഭരിച്ചാലും നശിപ്പിക്കാൻ കഴിയാത്തൊരു സ്ട്രക്ചർ 70 വർഷം കൊണ്ട് ഇവിടെ ഉറച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നോട്ടുകെട്ട് നിരോധിച്ചിട്ടും ഈ എക്കണോമി ഇവിടെ പിടിച്ചു നിന്നത്. ചെറുകിട ഉൽപ്പാദകരെ പറ്റി പഠിക്കാതെ ഒറ്റയടിക്ക് GST നടപ്പാക്കിയിട്ടും ഈ എക്കണോമി ഇവിടെ പിടിച്ചു നിന്നു. ഇന്നിപ്പോൾ ഭരണകക്ഷിക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്ന 2 കമ്പനികൾക്ക് വേണ്ടി പെട്രോളിയം ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുത്ത് 50% അമേരിക്കയിൽ നിന്നും താരിഫ് വർധന നമ്മൾ ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ്. എന്നാൽ എന്ത് പൊട്ടത്തരം കാണിച്ചാലും തകരാൻ സമ്മതിക്കാത്ത വിധം സ്ട്രോങ് ആയി ഇന്ത്യയെ 70 വർഷം കൊണ്ട് ജനാധിപത്യം മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. ഗാന്ധിയുടെ വധം പോലും ഇന്ത്യക്ക് ഉപകാരപ്പെട്ടു എന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വിപരീത യുക്തിയിൽ ചിന്തിച്ചാൽ സവർക്കർ അടക്കമുള്ള ചിൽപ്പാവൻസ് നമുക്ക് ഗുണം ചെയ്തില്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ദീർഘ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.